ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. നമ്മുടെ MCSലേക്കുള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളെ DHSലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ഭാഗം അല്ലേ. കെ പാർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിർബന്ധമായിട്ടും എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മിനിമം ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇതല്ലേ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അല്ലേ, കുറച്ച് കാര്യങ്ങൾ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് പഠിക്കുന്ന പോലെ പിൻ പോയിന്റ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ മാത്രമേ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അസേഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രസ്താവന ചോദ്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട. പ്രസ്താവന ചോദ്യങ്ങളെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റുന്ന എലിമിനേഷൻ ടെക്നിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനം വരെയും ക്ലാസ് കാണുക. അവസാനമുള്ള പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈസി ആയിട്ട് എല്ലാ പ്രസ്താവനയും വായിക്കാതെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ എടുക്കുക, DND മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കിയിടുക. അതിനുശേഷം മാത്രം ക്ലാസ് കാണുക. കാരണം നിങ്ങളുടെ കൃത്യമായ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ക്ലാസ്സിന് മുന്നോടിയായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. കാര്യം നമ്മുടെ MCSന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകണല്ലേ. MCS നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ വരുന്ന 31-ാം തീയതി വരുന്നു, ഡിസംബറിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന യൂണിഫോം പോസ്റ്റ് കൂടിയാണ്, ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള പോസ്റ്റാണ് നമ്മുടെ MCSലേക്കുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിലവിലിപ്പോൾ സഹകാരിയുടെ ഫ്രീ ക്ലാസ് സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ എപ്പോഴും പറയാനുള്ളത് എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പഠിക്കുക, അതിനോടൊപ്പം റിവൈസ് ചെയ്യുക, അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക, അവസാനത്തെ പെർഫോമൻസ്. ഈ 4 സ്റ്റെപ്പുകളാണ് എല്ലാ മത്സര പരീക്ഷകളിലും നമ്മളെ മുന്നോട്ടെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ആ അവസരത്തിൽ സഹകാരിയുടെ കന്നി സംരംഭമായിട്ടുള്ള, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ മേഖലയിൽ കന്നി സംരംഭമായിട്ടുള്ള കഴിഞ്ഞ DHS പരീക്ഷയുടെ റിസൾട്ട് കൂടെ നിലവിൽ ഇതുവരെ വന്ന റിസൾട്ട് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഏകദേശം 100ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് സഹകാരിയിലേക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വേഗം കൺഫർമേഷൻ വന്നു. എന്നാൽ കൂടിയും നമ്മുടെ ആ ഒരു ടീം വർക്കിനോടൊപ്പം ഭാഗഭാക്കായി നിന്ന ആൾക്കാരെയാണ് നിങ്ങളിവിടെ കാണുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി ആണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പറയുന്നത്. ഇനി വരുന്ന MCS പരീക്ഷയിൽ എല്ലാ സ്ഥലത്തും വരുന്ന 1ാം റാങ്കുകൾ സഹകാരിയുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കുന്ന തരത്തിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ എന്തൊക്കെ ചെയ്താലും നിങ്ങളിത് എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ എടുക്കണം, അതുപോലെ എങ്ങനെ എക്സാമിനേഷൻ ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സംശയം താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ സൗജന്യ വെബിനാറിൽ ഞാൻ നേരിട്ടുണ്ടാവും, അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കോഡും കൂടെ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഏകദേശം 25ഓളം പേരാണ് ഇതുവരെ വന്ന റാങ്ക് ലിസ്റ്റുകളിൽ സഹകാരി എന്ന റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ അഡ്വൈസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോട്ടയംകാർക്ക് അഡ്വൈസ് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പത്തനംതിട്ട 2ാം റാങ്ക് മേടിച്ച ഷബന, അവർക്കൊക്കെ ആ ഒരു അഡ്വൈസിൻ്റെ ലെവലൊക്കെ ആയി കഴിഞ്ഞു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സഹകാരിയുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും നമ്മളൊരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗത്തിൽ കെ പാർക്ക് ഇന്നും ഇതിനു മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ കെയിം ഇൻ ടു ലൈം ലൈറ്റ് അല്ലെ അറ്റ് എ കോൺഫറൻസ് ഹെൽഡ് അറ്റ്. എവിടെ നടന്ന കോൺഫറൻസിലാണ് പ്രൈമറി ഹെൽത്ത് കെയർ PHSC എന്ന് പറയുന്ന ആശയം ലൈം ലൈറ്റിലേക്ക് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. 2021 കേരള PSC JHE പരീക്ഷ ചോദിച്ചാണ് 011/2021 ക്വസ്റ്റ്യൻ കോഡ്. നമുക്കറിയാം, ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? അൽമ ആട്ട ഡിക്ലറേഷൻ അല്ലേ. നമുക്ക് കസാക്കിസ്ഥാനിലെ അൽമ ആട്ട ഡിക്ലറേഷൻ വഴിയാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കോൺസെപ്റ്റ് ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അത് മാത്രമല്ല,
ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിക്കുന്നതെല്ലാം അൽമ ആട്ട ഡിക്ലറേഷൻ ആണ്. നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. എന്നാൽ കൂടിയും ഇന്ന് നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷനിലെ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് തുടക്കത്തിൽ തന്നെ അൽമ ആട്ട ഡിക്ലറേഷനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം PSC എടുത്തിരിക്കുന്നത്. അപ്പോൾ അൽമ ആട്ട ആണ് അതിന്റെ ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, പാരീസ് ആണ്. 2021 90/2024 ക്വസ്റ്റ്യൻ കോഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഉത്തരം? പാരീസ് ആണ് അല്ലേ? പാരീസ് ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ചോദ്യങ്ങളുടെയും വേര് കണ്ടെത്തി അതിന്റെ ഇഴകീറി പഠിച്ച് മുന്നോട്ട് പോകലാണ് എപ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് പരീക്ഷ കൃത്യമായിട്ട് എഴുതണം. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണം. റിവേഴ്സ് റിവിഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളിൽ നമ്മുടെ മോട്ടിവേഷൻ സെഷനൊക്കെ ഉണ്ടായിരിക്കും, അതിനകത്ത് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആരോഗ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന്റെ പരിണാമം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണോ പരിണാമം സംഭവിച്ചു വന്നത് അതുപോലെ സമൂഹത്തിനും പരിണാമം സംഭവിച്ചു വന്നിട്ടുണ്ട്. സമൂഹത്തിന് പരിണാമം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തിന്റെ ബിഹേവിയറിൽ പരിണാമം സംഭവിക്കുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് സമൂഹത്തിൽ പരിണാമം സംഭവിക്കുന്നത് അല്ലേ? പിന്നെ 2 സമൂഹത്തിന്റെ സാമ്പത്തിക മറ്റു ചുറ്റുപാടുകളിൽ പരിണാമം സംഭവിക്കുമ്പോഴത്തേക്കും അങ്ങനെ നിരന്തര പരിണാമങ്ങളുടെ വിധേയമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആധുനിക സമൂഹമായി നമ്മൾ വികസിച്ചു വന്നത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും അതിന് അനുസൃതമായിട്ട് സമൂഹമാകട്ടെ, വ്യക്തികളാകട്ടെ, ജീവികളാകട്ടെ, പ്രകൃതിയാകട്ടെ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തുടർ വിദ്യാഭ്യാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കൂ, തുടക്കത്തിൽ ഒരാൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് തുടക്കത്തിൽ നിന്ന് ആദ്യം അനാദ്യം എന്നല്ല ഞാൻ പറയുന്നത്, ഏകദേശം ഒരു 100 വർഷം മുന്നേ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടാണോ ഇന്നത്തെ കാഴ്ചപ്പാട്? അല്ലല്ലോ. വളരെ വലിയ വേരിയേഷൻസ് അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മുടെ ARM എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ അജയന്റെ 2ാം മോഷണം അല്ലെ, ആദ്യത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ആ ഒരു സമയത്ത് പകർച്ചവ്യാധിയായിട്ടുള്ള നമ്മുടെ സ്മാൾ പോക്സിന്റെ ആ ഒരു ഭീകരത അതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. അന്നത്തെ ആൾക്കാരുടെ ബിഹേവിയർ അതിനകത്ത് കൃത്യമായിട്ട് വരച്ചു കാട്ടപ്പെട്ടിട്ടുണ്ട്. അതാണോ ഇന്നത്തെ ബിഹേവിയർ? എന്തുകൊണ്ട് അതിനകത്ത് വ്യത്യാസം വന്നേ? കൃത്യമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാനും അതുപോലെ സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതിക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളതാണ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. നോക്കൂ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് ആൻ എസെൻഷ്യൽ ടൂൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. കമ്മ്യൂണിറ്റി ഹെൽത്തിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. എല്ലാവരും ഏതൊരു ഹെൽത്ത് വർക്കർക്കും, ഒരു ഡോക്ടർ ആവട്ടെ, ഒരു നഴ്സ് ആവട്ടെ, ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ ഒരു സിറ്റിസൺ ആവട്ടെ, എല്ലാവർക്കും അതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. നമുക്ക് മനസ്സിലാക്കി പോകണം. നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ടു, ശ്രദ്ധിക്കുക, ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കൂ, നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ വിശ്വാസം ആദ്യം പിടിച്ചു പറ്റാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുരുകുത്തി പിള്ള വരുമ്പോഴത്തേക്കും കുട്ടികൾ ഓടി ഒളിക്കുമെന്ന്. എന്താ കുരുകുത്തി പിള്ള? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ സ്മാൾ പോക്സിനെതിരെയുള്ള വളരെ വലിയ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു സർക്കാർ. അപ്പോൾ എന്തായാലും നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട അസുഖങ്ങൾ ഒരു അസുഖമാണ് സ്മാൾ പോക്സ്. ഒരേ ഒരു അസുഖമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിൻഡർ പെസ്റ്റ് എന്ന് പറഞ്ഞ ആനിമൽ ഡിസീസും നമുക്ക് ഇതേപോലെ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡിസീസാണ്. പല അസുഖങ്ങളും നമുക്കിപ്പോൾ നിലവിൽ ഇറാഡിക്കേഷന്റെ ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. വാട്ട് എവർ, ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടത് സ്മാൾ പോക്സ് തന്നെയാണ് ഭൂമുഖത്ത് നിന്നും കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് ഈ സ്മാൾ പോക്സിന്റെ ഇറാഡിക്കേഷൻ പ്രോഗ്രാം നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുരുകുത്തിപ്പിള്ള വരുന്നു, കുട്ടികൾ ഓടി ഒളിക്കുന്നു. ഇത് കുത്തിക്കഴിഞ്ഞാൽ പനി വരും, അവിടെ പഴുക്കും. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അരോചകമായിരുന്നു, നാട്ടുകാർക്ക് അരോചകമായിരുന്നു. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴിയാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? ആൾക്കാരുടെ ഹൃദയം വിൻ ചെയ്താൽ അല്ലേ, ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ്
പീപ്പിൾ എന്നുള്ളതാണ്. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ അച്ചീവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഇൻഡിവിജ്വൽ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു സ്വത്ത് അച്ചീവ് ചെയ്യുന്നതിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എന്താ പറയുക പ്രാധാന്യം ഇൻഡിസ്പെൻസിബിൾ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാധാന്യമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉള്ളത്. അതുപോലെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു ഇൻക്രീസ് നോളജ് ആൻഡ് റീഇൻഫോഴ്സ് ഡിസൈർഡ് ബിഹേവിയർ പാറ്റേൺസ്. എന്താ ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഹേവിയർ പാറ്റേൺസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, പരിണാമം എന്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബിഹേവിയറൽ പാറ്റേൺസിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു പരിണാമം ഞാൻ പറഞ്ഞുതരാം. എന്താണ്, നമ്മൾ കോവിഡിന്റെ സമയത്ത് എന്താ സംഭവിച്ചത്? കോവിഡിന്റെ സമയത്ത് നമ്മുടെ പത്തനംതിട്ടയിൽ ഒരാൾ വന്നു അല്ലേ, ഒരാൾ വന്നു, അയാൾ കോവിഡ് ഉണ്ടെന്ന് അറിയാതെ പുറത്തേക്ക് ഇറങ്ങി, അയാൾ പോയ സ്ഥലത്തെല്ലാം റൂട്ട് മാപ്പ് തപ്പി, പിറ്റേ ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ടുവന്നു അല്ലേ. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ടുവന്നു. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ എന്തൊക്കെയായിരുന്നു? SMS അല്ലെ, എന്തൊക്കെയാണ്? സോപ്പ്, സാനിറ്റൈസർ ആൻഡ് മാസ്ക് അല്ലെ, സോപ്പ്, മാസ്ക് ആൻഡ് സാനിറ്റൈസർ. ഇതാണ് നമ്മൾ SMS എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രചരിപ്പിച്ചത്. എല്ലാ ഫോണിലും വിളിച്ചു കഴിഞ്ഞാൽ ചുമയ്ക്കുന്ന ആൾക്കാരുടെ ആ ശബ്ദം അല്ലെ, ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അന്ന് വളരെ വലിയൊരു പ്രൊപ്പഗാൻഡയായിട്ട്, ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗാൻഡയായിട്ടാണ് അന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് നടത്തിയത്. പ്രൊപ്പഗാൻഡയും ഹെൽത്ത് എഡ്യൂക്കേഷനും ഡിഫറൻസ് ഉണ്ട്, അവസാനം പറഞ്ഞുതരാം. അന്ന് ശരിക്കും ഒരു പ്രൊപ്പഗാൻഡ തന്നെയായിരുന്നു. അതിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? ആൾക്കാരുടെ ബിഹേവിയർ മാറ്റാൻ പറ്റി അല്ലേ. ബിഹേവിയർ മാറ്റാൻ പറ്റി. എങ്ങനെ? ഇങ്ങനെ തുമ്മുന്ന ആൾക്കാർ ഇങ്ങനെ തുമ്മാൻ ശീലിച്ചു. എന്തുകൊണ്ടാ? നമ്മൾ ഇങ്ങനെ ഈ കൈ പൊത്തി ഇവിടെ തുമ്മിക്കഴിഞ്ഞാൽ കയ്യിലാകുന്ന ഡ്രോപ്ലെറ്റ്സ് ഉറപ്പായിട്ട് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പിടിക്കുമ്പോഴത്തേക്ക് എന്ത് ഈസി ആയിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും അല്ലേ. അതായത് നമ്മൾ ഇങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഇവിടെ വേറെ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ഇൻ കേസ് നമുക്ക് മാസ്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ സേഫ് ആയിട്ട് ചെയ്യാൻ പഠിച്ചു. അതുപോലെ നമ്മൾ നിരന്തരം സോപ്പ് ഉപയോഗിക്കാൻ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറിൽ പാറ്റേൺ കൊണ്ടുവന്നു അല്ലേ. എന്താണ് അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ മൂലം എന്താ നമുക്ക് പറ്റിയെന്ന്? ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു ഇൻക്രീസ് നോളജ് അല്ലേ. ആൾക്കാരുടെ വിജ്ഞാനം വർദ്ധിച്ചു. ആൾക്കാർ എന്താണ് കോവിഡ് 19 എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡിസൈർഡ് ബിഹേവിയർ, നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസ് ആഗ്രഹിക്കുന്ന ബിഹേവിയർ പാറ്റേൺസ് ആൾക്കാരിൽ കൊണ്ടുവരാൻ അന്ന് പറ്റി അല്ലേ. നോക്കാം. അതുപോലെ ഈ ഒരു പോയിന്റ് പഠിച്ചോ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നാണ് പാരീസ് ആണ്. നമ്മൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോകണം. ഓക്കെ അല്ലേ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ആമുഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയ ഡെഫിനിഷൻസ്, കുറച്ചധികം ഡെഫിനിഷൻ നമുക്ക് നോക്കി പോകാനുണ്ട്. ഡെഫിനിഷൻ നോക്കാം. എ വെറൈറ്റി ഓഫ് ഡെഫിനിഷൻസ് എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഡെഫിനിഷൻ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് ചില പേരുകളൊക്കെ പറഞ്ഞ് നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അത് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം എന്നുള്ള കാര്യവും പറഞ്ഞു തരും. അപ്പൊ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വാട്ട് ഈസ് നോൺ അബൌട്ട് ഹെൽത്ത് into desirable individual and community behavior patterns by means of an educational process. അപ്പോൾ ആരാ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? ധാരണയുള്ള ആൾ അല്ലേ. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അയാൾ എങ്ങനെ കൊടുക്കണം? അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? ട്രാൻസ്ലേഷൻ ഓഫ് വാട്ട് ഈസ് നോൺ അബൌട്ട് ഹെൽത്ത്. ഇപ്പോൾ COVID-19 ആണെങ്കിൽ COVID-19 കുറിച്ച് അറിവുള്ള ഒരാൾ ആ അറിവിനെ നമ്മുടെ പൊതുജനത്തിന്റെ ഇടയിൽ അല്ലെ, ആർക്ക് ഡിസൈറബിൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ? ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിലൂടെ. ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിർവചനം ട്രാൻസ്ലേഷൻ അല്ലെ. എന്താ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയുന്നത് അതിനെ പൊതുജനത്തിന് മനസ്സിലാവുന്ന തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിലൂടെ ജനത്തിന് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേണിലുള്ള ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ COVID-19 തന്നെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആൾക്കാർ അകലം പാലിക്കുന്ന സാമൂഹിക അകലം നമ്പർ 1 അല്ലേ. അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ ആയിരുന്നു. ആൾക്കാരത് ശീലിച്ചു അല്ലേ. അപ്പോൾ എന്താണ് സാമൂഹിക അകലം കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ കോവിഡിനെ തടയാൻ പറ്റുള്ളൂ എന്ന ആ ഒരു നോളജ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഡെഫിനിഷൻ ഓക്കെയാണ്. അപ്പൊ നമുക്ക് ജോൺ എം ലാസ്റ്റിന്റെ ഡെഫിനിഷൻ കൂടെ നോക്കി പോകാം. ജോൺ എം ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് അത് അറിഞ്ഞിരിക്കാൻ കാര്യം, കാരണം നമുക്ക് എപ്പിഡമിയോളജി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അങ്ങനെ ഒരു പയനീർ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരു വ്യക്തിയാണ് ജോൺ എം ലാസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 2019 അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സാധനം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. കാര്യം ഇതിനൊരു എന്താ പറയുക, ഒരു കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പുസ്തകം കൂടെ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഡിക്ഷണറി ഓഫ് എപ്പിഡമിയോളജി എന്നൊരു പുസ്തകം കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പിഡമിയോളജി പഠിക്കുമ്പോഴേക്കും നമ്മൾ റെഫറൻസിൽ എടുക്കുന്ന പുസ്തകമാണ് അല്ലേ.
ഓക്കെ, അപ്പോൾ എന്താണ് ജോൺ എം ലാസ്റ്റ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ? ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ലേൺ ടു ബിഹേവ് ഇൻ എ മാനർ കണ്ടക്റ്റീവ് ടു ദ പ്രൊമോഷൻ, മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ലേൺ ടു ബിഹേവ്. ഇതും ഇവിടെയും പ്രോസസിനെ പറയുന്നത് അല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? പാറ്റേൺസ് ബൈ മീൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോസസ്. ഇവിടെയും പ്രോസസിനെ കുറിച്ച് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആവട്ടെ ഗ്രൂപ്പ്സ് ആവട്ടെ അവരെന്തിനെ ലേൺ ടു ബിഹേവ് ഇൻ എ മാനർ അല്ലേ, അവർ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാനറിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഇദ്ദേഹം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചത്. എന്തിനു വേണ്ടി? കണ്ടക്റ്റീവ് ടു ദ പ്രൊമോഷൻ, മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് അല്ലേ. ഒന്നെങ്കിൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിലോ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം എന്ന് വിളിച്ചത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ജോൺ എം ലാസ്റ്റ്. നമുക്കിത് എങ്ങനെ ഓർത്തു വയ്ക്കുകയാണ്? എങ്ങനെ ഓർത്തു വയ്ക്കാം? ബിഹേവ് ഇൻ എ മാനർ കണ്ടക്റ്റീവ് ടു ദ പ്രൊമോഷൻ, മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. നമുക്ക് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കോഡ് നോക്കാം, കോഡ് അല്ലെങ്കിൽ കണക്ഷൻ നോക്കാം കേട്ടോ. നോക്കാം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ പറയുന്നു. എനി കോമ്പിനേഷൻ ഓഫ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടീച്ചിങ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് വോളണ്ടറി അഡാപ്റ്റേഷൻസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ആർ കണ്ടക്റ്റീവ് ടു ഹെൽത്ത്. മുകളിൽ പറഞ്ഞ അതേ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? എനി കോമ്പിനേഷൻ ഓഫ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. എങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആകാം? അതാണ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം, അതുപോലെ ടീച്ചിങ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തത്? ടു ഫെസിലിറ്റേറ്റ് വോളണ്ടറി അഡാപ്റ്റേഷൻസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ആർ കണ്ടക്റ്റീവ് ടു ഹെൽത്ത്. ഹെൽത്തിന്റെ ആരോഗ്യത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മുടെ ബിഹേവിയറിലുള്ള വോളണ്ടറി സ്വയമേവയുള്ള അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ള പഠന പ്രക്രിയകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കാമെന്ന് അടുത്ത ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ നിങ്ങൾ മറന്നു പോകില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഡെഫിനിഷനാണ് കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോൺ എം ലാസ്റ്റ് 2019 അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് തന്നെ വെക്കണം. ബാക്കി ഇത് പേരെടുത്ത് പറയാത്തതുകൊണ്ട് താഴത്തെ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയൊന്നും ഇല്ല. ഓക്കെ, അതുപോലെ അടുത്ത ഡെഫിനിഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഡെഫിനിഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? നാഷണൽ കോൺഫറൻസ് ഓൺ പ്രിവെന്റീവ് മെഡിസിൻ അല്ലെ. നാഷണൽ കോൺഫറൻസ് ഓൺ പ്രിവെന്റീവ് മെഡിസിൻ ഇൻ USA ആണ് ഈ ഒരു ഡെഫിനിഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻഫോംസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവിടെ ഒരു പ്രോസസ് ആണ്. അത് എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം മതിയോ? അതുപോലെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെ. ആ ഒരു പ്രോസസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹെൽപ്സ് പീപ്പിൾ അല്ലെ. ഇൻഫോംസ്, motivates and helps people എന്തിനു വേണ്ടി? to adopt and maintain healthy practices and lifestyles, advocates environmental changes as needed to facilitate this goal, and conducts professional training and research to the same end. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കാര്യം എന്താണ്? ഇത് നാഷണൽ കോൺഫറൻസ് ഓൺ പ്രിവെന്റീവ് മെഡിസിൻ അഡോപ്റ്റ് ചെയ്ത ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊരു പ്രോസസ്സാണ്. അത് ജനങ്ങൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ടു മെയിൻറ്റെയിൻ ഹെൽത്തി പ്രാക്ടീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. അതായത് ആൾസോ അഡ്വക്കേറ്റ്സ്. അത് എന്തുകൂടെ അഡ്വക്കേറ്റ് ചെയ്യുന്നു? എൻവയോൺമെന്റൽ ചേഞ്ചസ് ആസ് നീഡഡ് ടു ഫെസിലിറ്റേറ്റ് ദിസ് ഗോൾ അല്ലെ. എൻവയോൺമെന്റൽ ചേഞ്ചസ്, ഈ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റൽ ചേഞ്ചസ് അല്ലെ. അതുപോലെ ആൻഡ് ആൾസോ കണ്ടക്ട്സ് പ്രൊഫഷണൽ ട്രെയിനിങ്സ് ആൻഡ് റിസർച്ച് ടു ദ സെയിം എൻഡ്. ഇതിലേക്ക് തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു? പ്രൊഫഷണൽ ട്രെയിനിങ്ങും അതുപോലെ റിസർച്ചും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ നാഷണൽ കോൺഫറൻസ് ഓൺ പ്രിവെന്റീവ് മെഡിസിൻ ഇതിനെ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഡെഫിനിഷനുകൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇത്രയും നീളമുള്ള ഡെഫിനിഷൻ NCPMന്റെ ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ ഇത് ചെറിയ ഡെഫിനിഷൻ ആണ്. ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ലേൺ ടു ബിഹേവ് ഇൻ എ മാനർ കണ്ടക്റ്റീവ് ടു ദ പ്രൊമോഷൻ, മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. പ്രൊമോഷൻ, മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. ഇതൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് ജോൺ എം ലാസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് എന്താ വ്യത്യാസം, 2 നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊമോഷൻ ആൻഡ് ഹെൽത്തി ബിഹേവിയർ എന്ന ചെറിയ ഡെഫിനിഷൻ കൊണ്ട് മൊത്തം 1, 2, 3, 4, 5 ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 2 ഡെഫിനിഷൻ ഇമ്പോർട്ടൻറ്റ്. ഈ 2 ഡെഫിനിഷനും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേടാ? ഓക്കെ.
അപ്പോൾ നമുക്ക് അൽമ ആറ്റ ഡിക്ലറേഷൻ ഒന്ന് കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അൽമ ആറ്റ ഡിക്ലറേഷൻ 1978 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അൽമ ആറ്റ, ഇപ്പോൾ അൽമാറ്റി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. 1978 അൽമ ആറ്റ വെച്ചാൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പബ്ലിക് ഹെൽത്ത് കെയർ നടന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കോൺഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഡിക്ലറേഷൻ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനമായിട്ട് പറഞ്ഞ പബ്ലിക് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന മനുഷ്യാവകാശമായിട്ട് പ്രഖ്യാപിച്ച ഡിക്ലറേഷനാണ് അൽമ ആറ്റ ഡിക്ലറേഷൻ കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ PHCയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരുന്നത്. അതോടൊപ്പം അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ, അതായത് മൾട്ടി സെക്ടർ അപ്രോച്ച് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് എത്താൻ വേണ്ടി എല്ലാ മനുഷ്യനും, നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഹെൽത്ത് കെയറിലേക്കുള്ള ആക്സസിബിലിറ്റി എന്ന് പറയാം, അത് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള, അതെ, വിശദമായിട്ടും വേറെ ക്ലാസ് ഉണ്ട്, പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് അൽമ ആറ്റ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഡിക്ലറേഷൻ ഓഫ് അൽമ ആറ്റ 1970 ways by emphasizing the need for individual and community participation gave a new meaning and direction to the practice of health education. അതായത് പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വലിന്റെയും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന്റെയും ആവശ്യം കൃത്യമായിട്ട് എടുത്തു കാട്ടി ആര്, അൽമ ആറ്റ ഡിക്ലറേഷൻ. അതായത് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ മാത്രം ഒതുങ്ങിയെന്നാൽ പോരാ, ഒരു ഡോക്ടറിലോ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിലോ ഒരു JPHL ഒതുങ്ങി നിന്നാൽ പോരാ, ആര്, ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റിയും എന്തില്, ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അൽമ ആറ്റ ഡിക്ലറേഷൻ ആവശ്യപ്പെട്ടു. അതുപോലെ ഡൈനാമിക് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് നൗ, അതിന്റെ പ്രകാരം എന്താണ്, ഇപ്പോൾ നിലവിലുള്ള ഡൈനാമിക് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആസ് പെർ അൽമ ആറ്റ ഡിക്ലറേഷൻ വേണമെങ്കിൽ ചോദിക്കാം. എ പ്രോസസ് എയിംഡ് അറ്റ് എൻകറേജിംഗ് പീപ്പിൾ ടു വാണ്ട് ടു ബി ഹെൽത്തി. ശ്രദ്ധിക്കൂ, നോക്കൂ, അൽമ ആറ്റ പറയുന്നു എന്താണ്, എ പ്രോസസ്, ഇതൊരു പ്രവൃത്തിയാണ്, എയിംഡ് അറ്റ് എൻകറേജിങ് പീപ്പിൾ, ആൾക്കാരെ എൻകറേജ് ചെയ്യുക, എന്താ, ടു വാണ്ട് ടു ബി ഹെൽത്തി, അവൻ ഹെൽത്തി ആയിരിക്കാൻ, അല്ലേ, അവൻ ഹെൽത്തി ആയിരിക്കാനുള്ള അവന്റെ ആഗ്രഹത്തെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ആഗ്രഹം എൻകറേജ് മാത്രം മതിയോ, പോരാ, ടു നോ ഹൗ ടു സ്റ്റേ ഹെൽത്തി, അവൻ അറിയണം എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം, എങ്ങനെ ആരോഗ്യകരമായിട്ട് ആഹാരം കഴിക്കാം, എങ്ങനെ ആരോഗ്യമായിട്ട് വ്യായാമം ചെയ്യാം. ടു ഡു വാട്ട് ദേ ക്യാൻ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ടു മെയിൻറ്റെയിൻ ഹെൽത്ത്. അതുപോലെ എന്താ, അവന് ഒറ്റയ്ക്കും അതുപോലെ കൂട്ടായും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ആൻഡ് ടു സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ്, അല്ലേ, ആവശ്യമുള്ള സമയത്ത് സഹായം അന്വേഷിക്കാനും. ഓക്കെ, അപ്പൊ അതിനൊക്കെ ആൾക്കാരെ പ്രാപ്തിയാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ അൽമ ആറ്റ ഡിക്ലറേഷൻ പ്രകാരമുള്ള ഡൈനാമിക് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ. ഒന്നുകൂടെ വായിച്ചു നോക്കാം. എ പ്രോസസ്, എന്ത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് എയിംഡ് അറ്റ് എൻകറേജിങ് പീപ്പിൾ, അല്ലേ, എന്തിനാണ് ആൾക്കാരെ നമ്മൾ എൻകറേജ് ചെയ്യുക, എന്തിന്, ഒന്ന് അവന് ഹെൽത്തി ആയിരിക്കാനുള്ള ആഗ്രഹത്തെ മുന്നോട്ട് കൊണ്ടുവരിക, അതുപോലെ എങ്ങനെ അവന് ഹെൽത്തി ആയിരിക്കണം, ഹൗ ടു സ്റ്റേ ഹെൽത്തി എന്ന നോ ഹൗവിന് കൊടുക്കുക, അതുപോലെ എന്താണ്, ടു ഡു വാട്ട് ദേ ക്യാൻ ഇൻഡിവിജ്വലി, അത് ഒറ്റയ്ക്കായാലും കൂട്ടായാലും ഹെൽത്തി ആയിരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവനെ പഠിപ്പിക്കുക, അതുപോലെ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അവനെ ആവശ്യമുള്ള സമയങ്ങളിൽ എന്താ, ആ സഹായം ചോദിക്കാൻ പ്രാപ്തനാക്കുക. ഇത്രയും കാര്യങ്ങളിൽ ജനങ്ങളെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെയും ഗ്രൂപ്പിനെയും പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിച്ചത് അൽമ ആറ്റ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചത്. ഈ ഒരു ഡിക്ലറേഷൻ വന്നതോടുകൂടി നമ്മുടെ കോൺസെപ്റ്റ് തന്നെ റവല്യൂഷനൈസ്ഡ് ആയി പോയി എന്നുള്ളതാണ് കേട്ടോ, വളരെയധികം റവല്യൂഷനൈസ്ഡ് ആയി പോയി. പ്രധാനമായിട്ട് ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷനും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി മാറി 1978 അൽമ ആറ്റ ഡിക്ലറേഷൻ പ്രകാരം. ഓക്കെയാണ്, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു, ഒരു സംശയം അതിനകത്ത് വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അത് വ്യക്തിയുടെ ആവട്ടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവട്ടെ, അത് ചിലപ്പോൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടുന്ന ബിഹേവിയർ ഉണ്ടാകാം, ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടുന്ന ബിഹേവിയർ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്, അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടാകേണ്ടുന്ന വ്യത്യാസമാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബിഹേവിയർ, ചിലപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടതായിരിക്കാം. അതൊരിക്കൽ ചിലപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിൻ്റെ ആയിരിക്കാം, ഓർ എൻറ്റയർ കമ്മ്യൂണിറ്റിയുടേതും ആകാം. അപ്പോൾ അഡോപ്റ്റ് ചെയ്യണമോ മോഡിഫൈ ചെയ്യണമോ, രണ്ടാമത്തെ കാര്യം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് സം സ്ട്രാറ്റജീസ്, അല്ലേ, നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് അഡോപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസൈൻ ചെയ്യണം. സ്ട്രാറ്റജീസ് ഡിസൈൻഡ് ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് വിൽ വേരി. നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഉദാഹരണം കോവിഡ് വരുമ്പോഴത്തേക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉറപ്പായിട്ടും വ്യത്യാസം വരും. കോവിഡ് വന്നപ്പോൾ ഉള്ള ആ സ്ട്രാറ്റജി അല്ല നിപ്പ വന്നപ്പോൾ ഉള്ളത്, അല്ലേ, വ്യത്യാസമുണ്ട്. അപ്പോൾ ദാറ്റ് വിൽ വേരി. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫിക് ഡിസീസ്
ഏത് അസുഖത്തിനെതിരെയാണ് നമ്മളൊരു കൃത്യമായ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി വ്യത്യാസപ്പെടും അല്ലേ. അതുപോലെ കൺസേൺ ടു ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പോപ്പുലേഷൻ, എന്താ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ചിലപ്പോൾ കുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ഏത് പോപ്പുലേഷൻ ആണ് അത് ബാധിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വരാം അല്ലെ. ആസ് വെൽ ആസ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് അവൈലബിൾ മെത്തേഡ്സ് പ്രിവെന്റിംഗ് ഓർ കൺട്രോളിംഗ് ദാറ്റ് ഡിസീസ്. അതുപോലെ എന്താണ് അടുത്ത കാര്യം, സ്ട്രാറ്റജി ബാധിക്കുന്നില്ല, സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്താണ്, ക്യാരക്ടേഴ്സും അതുപോലെ അക്സെപ്റ്റബിലിറ്റിയും അല്ലെ. നമുക്കിപ്പോൾ നിലവിൽ വന്ന ആ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഉള്ള നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്റെ ആ സ്ട്രാറ്റജിയുടെ ക്യാരക്ടേഴ്സും അക്സെപ്റ്റബിലിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമുക്ക് എന്താണ് സാമൂഹിക അകലം പാലിക്കണമെന്ന് പറഞ്ഞു അല്ലേ, കല്യാണത്തിന് ആൾ കൂടരുതെന്ന് പറഞ്ഞു, പക്ഷേ അതിന് അക്സെപ്റ്റബിലിറ്റി കുറവായിരുന്നു അല്ലേ. പക്ഷേ എന്താണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞ ആൾക്കാർ കഴിക്കാതിരിക്കോ, അതിന് അക്സെപ്റ്റബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം 5 പേരടങ്ങുന്ന കല്യാണം നടത്തിയ സമയങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ അക്സെപ്റ്റബിലിറ്റിക്ക് അനുസരിച്ച് ആണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്കറിയാം ഒരു ബിഹേവിയറിൽ ചേഞ്ച് വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് ചില മറ്റൊരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ ബിഹേവിയർ, ഡോക്ടേഴ്സിന്റെ ബിഹേവിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അസുഖം വരുമ്പോൾ വി ഹാവ് ടു ഡിസൈൻ സം സ്ട്രാറ്റജീസ് അല്ലേ. ആൾക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ആ സ്ട്രാറ്റജി എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേരി ചെയ്തിരിക്കും, സ്പെസിഫിക് ഡിസീസ് ഏത് ഡിസീസ് ആണോ അതിനനുസരിച്ച് സ്ട്രാറ്റജി വേരി ചെയ്യാം. അതുപോലെ എന്താണ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പോപ്പുലേഷൻ, ആരെയാണ് അത് ബാധിക്കുന്നതനുസരിച്ച് അത് വേരി ചെയ്യാം. അതുപോലെ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് അവൈലബിൾ മെത്തേഡ്സ് അല്ലെ, നമുക്ക് എന്തെല്ലാം മെത്തേഡ് ഉപയോഗിച്ച് ഇതിനെ ചെറുക്കാം എന്നുള്ള കാര്യത്തിൻ്റെ അക്സെപ്റ്റബിലിറ്റി ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ചൊക്കെ നമ്മുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് വേരി ചെയ്തിരിക്കും. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാൻ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് ടു റീഇൻഫോഴ്സ് ഡിസൈർഡ് ബിഹേവിയർ പാറ്റേൺസ് അല്ലേ. എന്താണ് നമുക്ക് ആൾക്കാരുടെ നോളജ് വർദ്ധിപ്പിക്കാനും അതുപോലെ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ റീഇൻഫോഴ്സ് ചെയ്യാനും ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കും. അതുപോലെ നോക്കാം, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് നെസസറി ബട്ട് എഡ്യൂക്കേഷൻ alone ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു അച്ചീവ് ഓപ്റ്റിമം ഹെൽത്ത് അല്ലേ. നമുക്കറിയാം എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്, പക്ഷേ എഡ്യൂക്കേഷൻ മാത്രം പോരാ. ആൾക്കാർക്ക് എന്താണ് ഈ സാധനം അടുത്ത് തുമ്മരുത് ചീറ്റരുത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് ധരിക്കാനുള്ള മാസ്കും അവർ കൊടുക്കണം അല്ലേ. അത് മാത്രം പോരാ, അതിന് ആവശ്യമായിട്ടുള്ള സാധനവും കൊടുക്കണം. ദ ടാർഗറ്റ് പോപ്പുലേഷൻ മസ്റ്റ് ഹാവ് ആക്സസ് ടു പ്രൂവൺ പ്രിവെന്റേറ്റീവ് മെഷേഴ്സ് ഓർ പ്രൊസീജിയേഴ്സ്. അവർക്ക് കോവിഡ് എന്തുകൊണ്ടാണ് തടയാൻ പറ്റി, നമുക്ക് കോവിഡ് തടയാൻ പറ്റിയത് ആൾക്കാർക്ക് കിട്ടേണ്ട സാധനവും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി അല്ലേ. ടാർഗറ്റ് പോപ്പുലേഷനിൽ എന്താ കൊടുക്കാൻ പറ്റി, എല്ലാ സാധനവും കൊടുക്കാൻ പറ്റി. നമുക്ക് മാസ്കിന് മാസ്ക്, സാനിറ്റൈസർ, സോപ്പിന് സോപ്പ്, എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരിക്കലും അത് മാത്രമായിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഈ ഒരു അസുഖത്തെ ചെറുക്കാൻ പറ്റത്തില്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അതോടൊപ്പം എന്താണ് ഓപ്റ്റിമം ഹെൽത്തിന് വേണ്ടിയിട്ട് ടാർഗറ്റ് പോപ്പുലേഷന് പ്രിവെന്റേറ്റീവ് മെഷേഴ്സും പ്രൊസീജിയേഴ്സിലും ആക്സസും കൂടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ആൾക്കാരുടെ ബിഹേവിയറിലൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നു ചേഞ്ചിങ് കോൺസെപ്റ്റുകൾ അല്ലേ. നമ്മുടെ അൽമ ആട്ട ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് 1978 അഡോപ്റ്റ് ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിൽ വന്നതെന്ന് നോക്കാം. തുടക്കത്തിൽ അല്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി എന്താണ്, കമ്മിറ്റഡ് ടു ഡിസമിനേറ്റിംഗ് ഇൻഫർമേഷൻ അല്ലേ. ആൾക്കാർക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക. എന്തിനു വേണ്ടി? സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താൻ, ബിഹേവിയറിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് പണ്ട് അർത്ഥമാക്കിയിരുന്നത്. സംശയമൊന്നുമില്ല. ഒന്നുകിൽ JPHനോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു JHIയോ അല്ലെ ആരെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഇപ്പോൾ ആശ ഉണ്ടല്ലേ, ആശാ വർക്കർമാരുണ്ട്. ആശാ വർക്കർമാരുടെ എല്ലാ ഉദ്ദേശം പ്രധാനമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ വഴി നമ്മൾ നോളജ് ഡിസമിനേറ്റ് ചെയ്യുക എന്നൊരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റ് പണ്ട് നമുക്ക് എന്തിനാണ് കമ്മിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നോക്കുക, ഫോളോയിങ് ദ അൽമ ആട്ട ഡിക്ലറേഷൻ അഡോപ്റ്റ് ഇൻ 1978 there are some changes. എന്തൊക്കെയാണ് ചേഞ്ചസ് നോക്കാം. പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ടു പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്.
അതായത് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള പണ്ടത്തെ കോൺസെപ്റ്റ്, അതിൽ നിന്നും എന്താ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് ഒരു വ്യത്യാസം കൊണ്ടുവന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്. എന്താണ്, നേരത്തെ നമുക്ക് അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു, ഇപ്പോൾ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതികളിലേക്ക് അല്ലെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതാണ്. നോക്കാം, ദ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ടു മോഡിഫിക്കേഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ലിവ്സ്. അതായത് വ്യക്തികളുടെ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാക്കാം, ഓക്കെ ശരിയാണ്. അതിൽ നിന്നും എന്തിലേക്ക് വന്നു, മോഡിഫിക്കേഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ലിവ്സ് അല്ലെ. അതായത് ഒരു ആളിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം ആ സോഷ്യൽ എൻവയോൺമെന്റിൽ വ്യത്യാസം വന്നാൽ സംഭവിക്കുക, ബാക്കിയുള്ള ആൾക്കാരും കൂടെ അതിലേക്ക് അങ്ങ് വീഴും അല്ലേ. കാരണം എന്താ, നമ്മളടുത്ത് എന്ത് ചെയ്തു, നമ്മൾ എല്ലാവരും മാസ്ക് ഇട്ട് പുറത്തിറങ്ങും, ഒരുത്തം മാത്രം മാസ്ക് ഇടാതെ പുറത്തിറങ്ങുന്നു. അപ്പൊ നോക്കുക, എല്ലാവരും മാസ്ക് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, പഴയ ഒരു മാസ്കെങ്കിലും വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ പോകും അല്ലേ. എന്താ കാര്യം, എന്താ, അവൻ ജീവിക്കുന്ന സോഷ്യൽ എൻവയോൺമെന്റിന് മോഡിഫിക്കേഷൻ വന്നില്ലേ, വന്നു. അങ്ങനെ ഒരു ചേഞ്ച് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഉണ്ടായി വന്നു. ആൾക്കാരുടെ സ്വഭാവത്തിൽ, ആൾക്കാരുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിൽ നിന്നും അവൻ ജീവിക്കുന്ന സോഷ്യൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അടുത്ത് നോക്കാം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. അതായത് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹം പങ്കെടുക്കുന്നു എന്നതിൽ ഉപരി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിലേക്ക് കമ്മ്യൂണിറ്റിയുടെ ആവശ്യമായിട്ട് മാറി അല്ലെ. അവർ സ്വയമേവ വന്ന് ചെയ്യുന്ന ആവശ്യമാക്കി ഹെൽത്ത് എഡ്യൂക്കേഷനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ചേഞ്ച്. അതുപോലെ പ്രൊമോഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് അല്ലെ, കമ്മ്യൂണിറ്റിയുടെ ശാക്തീകരണത്തിലേക്ക് അല്ലെ. ഒരു വ്യക്തിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു സമൂഹത്തിന്റെ ശാക്തീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഹെൽത്ത് കെയറിലേക്ക് എത്താൻ പറ്റാൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയെ കമ്മ്യൂണിറ്റിയെ ശാക്തീകരിക്കുക അതിലേക്ക് അല്ലെ. ഇങ്ങനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അൽമ ആട്ട ഡിക്ലറേഷൻ പ്രകാരം. ഒന്നുകൂടെ നോക്കാം, നമുക്ക് പണ്ട് കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നോളജ് ഡിസമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ അൽമ ആട്ട ഡിക്ലറേഷൻ പ്രകാരം നമുക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റിൽ വന്ന ചേഞ്ചിൽ നോക്കാം. എന്താണ്, ഡിസീസ് പ്രിവെന്റ് ചെയ്യുന്നതിലുപരി ആൾക്കാരിൽ ആരോഗ്യപരമായിട്ട് ലൈഫ് സ്റ്റൈൽ വളർത്തിയെടുക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ടു മോഡിഫിക്കേഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ലിവ്സ് അല്ലെ. ഒരാളുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുന്നതിലുപരി അതിനേക്കാൾ കൂടുതൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വ്യത്യാസം കൊണ്ടുവരിക അല്ലെ, ഒരു അടിസ്ഥാനപര വ്യത്യാസം കൊണ്ടുവരിക. അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അല്ല വേണ്ടത്, കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ പ്രൊമോഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ്, ഒരു ഇൻഡിവിജ്വലിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതിലുപരി ഒരു കമ്മ്യൂണിറ്റിയെ സ്വയം ശാക്തീകരിച്ച് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്ന കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ മാറി വരുന്ന കൺസെപ്റ്റുകൾ. കൃത്യമായിട്ട് ഈ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 1, 2, 3, 4 ഇട്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് ചോദിക്കും കേട്ടോ. ഇത് നമുക്ക് പ്രസ്താവന ചോദ്യമൊക്കെ ചോദിക്കാൻ പറ്റിയ 4 പോയിന്റ് ആണ്. പുസ്തകത്തിൽ ഇതേപോലെ അക്കം ഇട്ട് വരയിട്ട് എഴുതി വെക്കുന്നുണ്ട്, അത് ചോദിക്കും. ഇത് പഠിച്ചു വെച്ചേക്കണം, എന്താണ് സാധനം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, അടുത്ത് നോക്കാം, റോൾ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനിലോ ഹെൽത്ത് വർക്കേഴ്സിന് എന്തൊക്കെയാണ് ആ റോൾ ഉള്ളത് നോക്കാം. ആരൊക്കെയാണ് ഹെൽത്ത് വർക്കേഴ്സ് വരുന്നത്? ഡോക്ടർമാർ വരുന്നുണ്ട് അല്ലേ പ്രധാനമായിട്ടും, പിന്നെ നഴ്സുമാർ വരുന്നുണ്ട്, ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ JPHന്മാർ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ PHIമാർ വരുന്നുണ്ട്, JHIമാർ വരുന്നുണ്ട്, ആശാ വർക്കേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിനകത്ത് ഉൾപ്പെടുന്നത് അല്ലേ. നോക്കാം, പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു ലേൺ how to identify and analyze health and health related problems and how to set their own targets and priorities. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അടങ്ങുന്ന ഹെൽത്ത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ റോള് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ, ആൾക്കാർക്ക് അവസരം കൊടുക്കണം. എന്തിനു വേണ്ടി? പഠിക്കാൻ അല്ലേ, പഠിക്കാൻ അവസരം കൊടുക്കണം. ആൻഡ് ഹൗ ടു ഐഡന്റിഫൈ, ലേൺ ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ്. അവനെ സംബന്ധിച്ചിടത്തോളം
അവന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്താണ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു ജോലിയാണ് അല്ലേ, അതൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഉറപ്പായിട്ടും അവർക്ക് മാമോഗ്രാം അവർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അല്ലേ, അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു പീരിയോഡിക്കലി ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഒരു നഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ. JPHമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടത്, അതുപോലെ ഡോക്ടർമാർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആരുടെ നമ്മുടെ റോളാണ്, ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു ലേൺ, പഠിക്കാൻ. എന്തിന്? ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ്, ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. അതുപോലെ ആൻഡ് ഹൗ ടു സെറ്റ് ദെയർ ഓൺ ടാർഗറ്റ്സ് ആൻഡ് പ്രയോറിറ്റീസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ്സും പ്രയോറിറ്റീസും എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. വേണ്ടേ? എന്താ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം BMI, ബോഡി മാസ് ഇൻഡെക്സ്, എത്രയിൽ കൂടിയാലാണ് പ്രശ്നം അല്ലേ. ബോഡി മാസ് ഇൻഡെക്സ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ, അവരുടെ ഡയറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആവട്ടെ. അപ്പോൾ അവരുടെ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാനും സെറ്റ് ചെയ്യാനും അതുപോലെ പ്രയോറിറ്റീസ് തീരുമാനിക്കാനും ആവശ്യമായിട്ടുള്ള നോളജ് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. ഓക്കെ, നമ്മളെന്താ ഒരു ഹെൽത്ത് വർക്കറാണ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് നമ്മൾ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡ്യൂട്ടി? എന്താണ്? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു ലേൺ ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലേ. ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ തിരിച്ചറിയാനും അനലൈസ് ചെയ്യാനുള്ള അറിവ് കൊടുക്കുക. അതുപോലെ അവരുടെ സ്പെസിഫിക് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാനും അവരുടെ ജീവിതത്തിലെ അവരുടെ ലൈഫ് സ്റ്റൈലിലെ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള നോളജ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്തം. രണ്ടാമത്തെ എന്താ നമ്മുടെ റോൾ? എന്താണ്? മേക്ക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഈസി അക്സെപ്റ്റബിൾ ടു ദ കമ്മ്യൂണിറ്റി. ആരോഗ്യത്തെക്കുറിച്ചുള്ള മറ്റ് ഇതര ഇൻഫർമേഷൻസും ഈസി ആയിട്ട് പൊതുജനത്തിന് അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, അതുപോലെ ഇൻഡിക്കേറ്റ് ടു ദ പീപ്പിൾ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫോർ സോൾവിങ് ദ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് ദേ ഹാവ് ഐഡന്റിഫൈഡ്. അവർ ഐഡന്റിഫൈ ചെയ്ത ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം അല്ലേ, അവർക്കിപ്പോൾ നിലവിലൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കാം. അതിനകത്ത് ആ സൊല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആ സൊല്യൂഷൻ വർക്കൗട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവായിട്ട് എന്തെല്ലാം സൊല്യൂഷൻ ഉണ്ട് എന്നതിനെ കുറിച്ചുമുള്ള ഇൻഡിക്കേഷനും നമ്മൾ കൊടുക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അതുപോലെ പീപ്പിൾ മസ്റ്റ് ഹാവ് ആക്സസ് ടു പ്രൂവൺ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. തെളിയിക്കപ്പെട്ട പ്രിവെൻറ്റീവ് മെഷേഴ്സുമായിട്ട് അവർക്ക് എന്തുണ്ടാവണം? ആക്സസ് ഉണ്ടാവണം. നമ്മുടെ സാനിറ്റൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ പ്രൂവൺ പ്രിവെൻറ്റീവ് മെഷർ അല്ലേ. അതിന് ആക്സസ് ഇല്ലാതായാൽ ശരിയാകത്തില്ല. അത് കൊടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണലുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചേടാ. നോക്കാം എന്താണ്? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു ലേൺ ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലേ. എന്താണ്? നമ്മൾ ആൾക്കാർക്ക് ഇതിനുള്ള അവസരം കൊടുക്കണം. ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും നോർമൽ ആയിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചും അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രയോറിറ്റീസും ടാർഗറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, നോളജ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. അതുപോലെ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആൾക്കാർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആകണം. അതുപോലെ എന്താണ്? അവർക്കൊരു പ്രോബ്ലം അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ നിലവിലുള്ള ഒരു സൊല്യൂഷൻ വർക്കൗട്ട് ആകില്ല എന്നുണ്ടെങ്കിൽ പകരം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇൻഡിക്കേഷൻ, ആ ഒരു അറിവും കൂടെ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ എന്താണ്? നമുക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ അവർ ആക്സസും നമ്മൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത നോക്കാം എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. The definition adopted by WHO in 1969 and the Alma Ata Declaration adopted in 1978 provide a useful basis of formulating the aims and objectives of health education. എന്തൊക്കെയാണ് aims and objectives of health education as per WHO and Alma Ata Declaration? ഏതൊക്കെയാണ് നോക്കാം. എന്താണ്? To encourage people to adopt and sustain health promoting lifestyles and practices. എന്താണ്? ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലേ, ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലും പ്രാക്ടീസസും ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനങ്ങനെയുള്ള പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എൻകറേജ് ചെയ്യുക. ഒന്നാമത്തെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് എന്തിൻ്റെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ.
ആര് പറഞ്ഞു? WHO പറഞ്ഞു, അൽമാട്ട ഡിക്ലറേഷനും പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ടു എൻകറേജ് പീപ്പിൾ ടു അഡോപ്റ്റ് ആൻഡ് സസ്റ്റെയിൻ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസസ്. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലുകളെയും പ്രാക്ടീസുകളെയും അഡോപ്റ്റ് ചെയ്യാനും അതിനെ സസ്റ്റെയിൻ ചെയ്യാനും അതിൽ നിലനിൽക്കാനും അതിനെ നിലനിർത്താനും ആൾക്കാരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ എയിം. രണ്ടെന്താണ്? ടു പ്രൊമോട്ട് ദ പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ് അവൈലബിൾ ടു ദം. അല്ലെ, പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. നമുക്ക് ഹെൽത്ത് സർവീസ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ, അവരത് ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഓക്കെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ടു അറൗസ് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രൊവൈഡ് ന്യൂ നോളജ് ആൻഡ് ഇംപ്രൂവ് സ്കിൽസ് ആൻഡ് ചേഞ്ച് ആറ്റിറ്റ്യൂഡ്സ് ഇൻ മേക്കിംഗ് റാഷണൽ ഡിസിഷൻസ് ടു സോൾവ് ദിയർ ഓൺ പ്രോബ്ലംസ്. നോക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് സങ്കല്പിക്കാം. എന്താ പ്രോബ്ലം? COVID-19 പടരുന്നു, അതൊരു പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യണം? അവൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് കോവിഡ് വരാൻ പാടില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ അറിവ്, ന്യൂ നോളജ് കൊടുക്കണം. അവൻ്റെ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഞാൻ കല്യാണത്തിന് പോയാൽ ഞാൻ മാസ്ക് ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ അല്ലേ. അങ്ങനെയുള്ള റാഷണൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള റാഷണൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിമാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. നോക്കാം. അപ്പൊ നാലാമത്തെ എയിം നോക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നോക്കാം. ടു സ്റ്റിമുലേറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ആൻഡ് പാർട്ടിസിപ്പേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വലിന്റെ കമ്മ്യൂണിറ്റിയുടെ അല്ലെ, ഇൻഡിവിജ്വലിന്റെ ആവട്ടെ കമ്മ്യൂണിറ്റി ആവട്ടെ, സെൽഫ് റിലയൻസിനെയും പാർട്ടിസിപ്പേഷനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ടു അച്ചീവ് ഹെൽത്ത് ഡെവലപ്മെന്റ് ത്രൂ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. എന്താ അച്ചീവ് ചെയ്യാൻ വേണ്ടി? ഹെൽത്ത് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഏത് വഴി? അതിനകത്ത് എന്ത് സാധ്യമാകണം? ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റിയുടെയും ഇൻവോൾവ്മെന്റ് സാധ്യമാകണം. ഓരോ സ്റ്റെപ്പിലും അല്ലെ. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ഐഡന്റിഫൈ, നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ സോൾവ് ചെയ്യുന്നത് വരെ. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് കോവിഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്? ഇൻഡിവിജ്വലിന്റെയും കമ്മ്യൂണിറ്റിയുടെയും സെൽഫ് റിലയൻസും പാർട്ടിസിപ്പേഷനും ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്താ അച്ചീവ് ചെയ്യാൻ വേണ്ടി? അവരുടെ എന്താ സെൽഫ് റിലയൻസ്? അവരുടെ കയ്യിലുള്ള സാധനം എടുത്ത് അവർ കോവിഡിനെ പടപെട്ട് ഇറങ്ങി. അതിനെ നമുക്ക് അവരെ പ്രാപ്തരാക്കാൻ പറ്റി. എന്തിനാണ്? ടു അച്ചീവ് ഹെൽത്ത് ഡെവലപ്മെന്റ് ത്രൂ. ഏതിലൂടെ? ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. അവരെ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് തൊട്ട് അവർ സോൾവ് ചെയ്യുന്നവരുള്ള കാര്യങ്ങളിൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ആണ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട എയിംസ് നമ്മൾ മൊത്തം 1, 2, 3, 4 എണ്ണം കൃത്യമായി മനസ്സിലാക്കി. 1, ടു എൻകറേജ് പീപ്പിൾ ടു അഡോപ്റ്റ് ആൻഡ് സസ്റ്റെയിൻ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ്. 2, ടു പ്രൊമോട്ട് ദ പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ് അവൈലബിൾ ടു ദം. അതുപോലെ ടു അറൗസ് ദ ഇൻട്രസ്റ്റ്, പ്രൊവൈഡ് ന്യൂ നോളജ്, ഇംപ്രൂവ് സ്കിൽസ് ആൻഡ് ചേഞ്ച് ആറ്റിറ്റ്യൂഡ്സ് ഇൻ മേക്കിംഗ് rational decisions to solve their own problems. അതുപോലെ ടു സ്റ്റിമുലേറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ടു അച്ചീവ് ഹെൽത്ത് ഡെവലപ്മെന്റ് ത്രൂ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇൻവോൾവ്മെന്റ് അറ്റ് ഓരോ സ്റ്റെപ്പിലും അല്ലെ, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ, തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള സ്റ്റെപ്പുകളിൽ അവരുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കണം നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട 4 എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വായിക്കുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ കൂടി ഇത് കൃത്യമായിട്ട് വായിച്ച് വെച്ചേക്കണം നമ്മൾ. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ വരികൾക്കിടയിലൂടെയാണ് ചോദ്യങ്ങൾ വരിക. ഇതിന് മുന്നേയുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും മക്കളെ. ഓരോ വരിയും ഒരു ചോദ്യമാണ്. അത് തന്നെയാണ് സഹകാരി പിന്തുടരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണ്ട. ചോദ്യം ഇവിടെ നിന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ അവസാനം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുക. പിന്നെ പരീക്ഷ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇതിനകത്ത് ഒറ്റ ചോദ്യം മിസ്സാവുകയല്ല. ഓക്കെ. നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് പ്രൊപ്പഗാൻഡയും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രൊപ്പഗാൻഡ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പദം നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. എന്താണ്? പ്രചരണം എന്ന് വേണമെങ്കിൽ പറയാം. പ്രചരിപ്പിക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക. ദർ ഈസ് നോ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രൊപ്പഗാൻഡ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രചരണം ഒരു പ്രൊപ്പഗാൻഡയാണ് അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ നല്ലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ, മറ്റുള്ള കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. മറ്റേ വലതുപക്ഷത്തിൻ്റെ ആൾക്കാർ അവരുടെ നല്ലതും മറ്റുള്ള കുറ്റവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു പ്രൊപ്പഗാൻഡയാണ്. കാരണം ദർ ഈസ് നോ ടു വേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോക്കാം, ഇത് പ്രൊപ്പഗാൻഡയാണോ എഡ്യൂക്കേഷൻ ആണോ നമുക്ക് ആവശ്യം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്നാൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പ്രൊപ്പഗാൻഡയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയ്ക്ക് എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നും നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഫോണിൽ കൂടെ ഉള്ള ഒരു സംഗതി അതിനെ പ്രൊപ്പഗാണ്ട എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാര്യം എന്താ, നമുക്കത് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഡയറക്റ്റ്ലി നമ്മുടെ തലയ്ക്കകത്ത് ഇൻജക്ട് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു പേടി വഴി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, ഇതെല്ലാം പ്രൊപ്പഗാൻഡാസ് ആണ്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കോവിഡിൻ്റെ സമയത്ത് തന്നെ ഫോൺ സന്ദേശങ്ങളെല്ലാം പ്രൊപ്പഗാണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ്. കാരണം നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നോക്കാം എന്തായാലും. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊപ്പഗാണ്ട ആർ ഡിഫറെന്റ്. നമുക്കറിയാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ മീൻസ് അക്വയർ നോളജ് ആൻഡ് ഗെറ്റ് ദ നോളജ് ഇൻ ടു പ്രാക്ടീസ്. എന്താ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? നോളജ് അക്യൂർ ചെയ്യുക, അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള നോളജ് അക്യൂർ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പ്രൊപ്പഗാണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്പ്രെഡ് ചെയ്യുക, എന്ത്? പർട്ടിക്കുലർ സിസ്റ്റമൈസ്ഡ് ഡോക്ട്രിൻസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം സ്പ്രെഡ് ചെയ്യുക ആൾക്കാരിലേക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കിപ്പോകാം. ഒരു ഉദാഹരണം ഞാനൊരു പ്രൊപ്പഗാണ്ടയ്ക്ക് പറഞ്ഞു തരാം. പ്രൊപ്പഗാണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ടുള്ള പ്രൊപ്പഗാണ്ട, നെഗറ്റീവായിട്ടുള്ള, മെയിനായിട്ട് ഇത് എന്താ പറയുക, ഒരു നെഗറ്റീവ് സൈഡാണ് നമുക്ക് ഇത് വരുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണ്? വാക്സിനെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആൻറ്റി വാക്സിൻ ക്യാമ്പയിൻ. നമ്മുടെ ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ഒരു വളരെ ഒരു ചെറിയ ഒരു കുറിയ രൂപമുള്ള ഒരു വ്യക്തി, എനിക്ക് ആ വ്യക്തിയുടെ പേര് എനിക്കറിയില്ല. കാരണം ആ വ്യക്തിയുടെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ശൈലജ ടീച്ചറായിട്ട് ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ആ വ്യക്തി ആ സ്റ്റേജിലിരുന്ന് നടത്തിയ പ്രസ്താവനകൾ മാത്രം മതി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കി അകത്തിടാനായിട്ട്. അതുപോലെയുള്ള ക്യാമ്പയിൻസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാക്സിനെതിരെയുള്ള ക്യാമ്പയിൻ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. ക്യാമ്പയിൻ അല്ല, അത് പ്രൊപ്പഗാണ്ടയാണ്. പ്രൊപ്പഗാണ്ട എന്ന് പറയുമ്പോഴത്തേക്കും വാക്സിൻ റിലേറ്റഡ് ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ കോടതിയുണ്ട്. അമേരിക്കയിൽ കോടതിയുണ്ട്. അപ്പോൾ എന്താണ്? വാക്സിൻ റിലേറ്റഡ് ഡെത്തുകൾ അവിടെ വരുന്നു. അവിടെ ഇത്രയും ആൾക്കാർക്ക് ഓട്ടിസം ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് കോടതിയുണ്ട്, ഇവിടെ കോടതിയില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ ഉപയോഗിക്കരുത്, ഇവിടെ ആൾക്കാരുടെ മേൽ പരീക്ഷണം നടത്തുകയാണ് എന്നൊക്കെയുള്ളതാണ് ഒരു പ്രൊപ്പഗാണ്ട, അല്ലേ? അതുപോലെ പ്രധാനമായിട്ട് ഓട്ടിസം തന്നെയാണ് അവരിങ്ങനെ എടുത്തു കാണിക്കുന്നത്. ഓട്ടിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു X% കുട്ടികൾക്ക് ഓട്ടിസം വരുന്നെന്ന് കരുതുക. നമ്മുടെ കുട്ടികളെല്ലാം വാക്സിനേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഓട്ടിസം വന്നു കഴിഞ്ഞാൽ അത് സെലക്റ്റീവ് ആയിട്ടാണ് ഇന്ന കുട്ടിക്ക് വാക്സിനേറ്റ് ചെയ്തു, അത് ഓട്ടിസം ഐഡന്റിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രൊപ്പഗാണ്ടാസ് നടക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇതിനെതിരെ കോടതിയുണ്ട്, മറ്റ് നിയമ സംവിധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അതില്ലാന്നല്ല പ്രശ്നം, വാക്സിനാണ് പ്രശ്നം. വാക്സിൻ എടുക്കാൻ പാടില്ല. വാക്സിൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നമ്മളെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നൊക്കെ പ്രൊപ്പഗാണ്ട പരക്കുന്നത്, അല്ലേ? എടാ, എത്രയധികം വാക്സിൻസ് ആണല്ലേ നമ്മുടെ ഭൂമുഖത്തെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ പോളിയോയുടെ വാക്സിൻ വരുന്ന സമയമാണ്. അതിന് മുന്നേ ഒരു 4-5 വർഷക്കാലത്തിന് മുന്നേ ഒരു ക്ലാസ്സിൽ എങ്ങനെ പോയാലും 1-2 ആൾക്കാർ കാല് വയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. എന്താ കാരണം? പോളിയോ ബാധിച്ച ആൾക്കാർ, അല്ലേ? പോളിയോ മൈലൈറ്റിസ് ബാധിച്ച ആൾക്കാർ, കാലോ കയ്യോ ഒക്കെ ഇങ്ങനെ തുഴമ്പിപ്പോയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോളിയോ നിർമ്മാർജ്ജന തീവ്ര യജ്ഞം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റേതായ പ്രാധാന്യം, വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനെ ഉണ്ടോ, മിക്കവാറും നിങ്ങളുടെ നാട്ടിലൊക്കെ പോളിയോ ബാധിച്ച ഒരാളിന് നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ വളരെ വലിയൊരു പ്രയോജനമാണ് ആ വാക്സിൻ മാത്രമല്ല, എല്ലാ വാക്സിൻസും. ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ കോവിഡിൻ്റെ വാക്സിനെതിരെ ഇഷ്ടംമാതിരി പ്രൊപ്പഗാണ്ടാസ് വരുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് വാക്സിനേഷൻ എടുത്തുകൊണ്ട് തന്നെ വാക്സിനേഷൻ ഇഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് വരുന്ന പല സാധനങ്ങളെയും വാക്സിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് പ്രൊപ്പഗാണ്ടയാണ്. പ്രൊപ്പഗാണ്ടാസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു തോട്ട്, അവരുടെ തിയറി നമ്മുടെ തലയ്ക്കകത്തേക്ക് അടിച്ചു കെട്ടുന്ന പരിപാടിയാണ് പ്രൊപ്പഗാണ്ട എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഏതെങ്കിലും പ്രൊപ്പഗാണ്ട നമ്മുടെ പോസിറ്റീവായിട്ട് ഹെൽത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റി സ്മോക്കിംഗ് ക്യാമ്പയിൻസ്. അതാണ് നമ്മുടെ സ്മോക്കിങ്ങിന് കൂടുതൽ നമ്മുടെ ഇതിൻ്റെയൊക്കെ ചിത്രം വരത്തില്ലേ, നമ്മുടെ ക്യാൻസറിൻ്റെ ചിത്രം. അത് ആക്ച്വലി പ്രൊപ്പഗാണ്ടയാണ്. കാര്യം എന്താണ്? അവിടെ ഫിയർ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഉപയോഗിച്ചാൽ ഇങ്ങനെ ആവും. യെസ്, അവിടെ വലിയ നോളജിന് ഡിസമിനേറ്റ് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആ ഫിയർ ക്യാമ്പയിൻ അതൊരു പ്രൊപ്പഗാണ്ട ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം നോക്കാം. ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നോളജ് ആൻഡ് സ്കിൽസ് ആർ ആക്റ്റീവ്ലി അക്വയർഡ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ദർ ഈസ് എ 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലേ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവൻ നോളജും സ്കില്ലും ആക്റ്റീവ്ലി അക്വയർ ചെയ്യുന്നു. ഇവിടെ എന്താണ്? നോളജ് ഈസ് ഇൻസ്റ്റിൽഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ, അല്ലേ? അവൻ്റെ തലയിലേക്ക് നോളജ് കുത്തിവെക്കുകയാണ്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇവിടെ ഇവൻ ആക്റ്റീവ്ലി അക്വയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാനുള്ളൊരു സാഹചര്യം ഹെൽത്ത് എഡ്യൂക്കേഷനകത്തുണ്ട്. ഇനി നോക്കാം, മേക്സ് പീപ്പിൾ തിങ്ക് ഫോർ ദംസെൽസ്. അവർക്ക് സ്വയമേവ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്.
ഇവിടെ എന്താ പ്രിവെൻസ് ഓർ ഡിസ്കറേജ് തിങ്കിങ് ബൈ റെഡിമെയ്ഡ് സ്ലോഗൻസ് അല്ലെ. വാക്സിനെതിരെയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ സ്ലോഗൻ ഉണ്ടാവും, വാക്സിൻ അങ്ങനെ അവന്റെ സ്ലോഗൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അവൻ ആ സ്ലോഗനാണ് ആൾക്കാരുടെ തലയ്ക്കകത്തേക്ക് കയറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നവരെ സ്ലോഗൻ പറയുമ്പോഴത്തേക്കും അവന് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുക. നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഇപ്പോൾ എനിക്കൊന്ന് ചില ചാനലിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ പല വലിയ കൺട്രീസിലും അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷണലി നല്ല ഇതായിട്ടുള്ള കൺട്രീസിലെല്ലാം ഈ സമയങ്ങളിൽ വരുന്നത് ചർച്ചകളാണ്. ചർച്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ചാനൽ ചർച്ചയല്ല, ഒന്ന് പറഞ്ഞ് രണ്ട് ഇങ്ങനെ കാണിക്കുന്ന ചാനൽ ചർച്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കത് നമുക്ക് നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ചാനൽ ചർച്ച എന്ന് പറയുമ്പോഴത്തേക്കും. കാര്യം എന്ന് പറയുമ്പോൾ ഒരാളിന് ഒരു കാര്യം പറയാനോ സമർത്ഥിക്കാനോ ഉള്ള ഒരു സമയം കൊടുക്കത്തില്ല. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഒരു ഇതായിക്കോട്ടെ, ഇതിനിടയ്ക്ക് അടുത്ത ആൾ കയറി കാര്യം പറയാം. ശരിക്കും ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മോഡറേഷൻ വേണം അല്ലേ. ഒരു 5 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചുരുക്കണമെന്ന് പറഞ്ഞിട്ട് ആ 5 മിനിറ്റാകുമ്പോൾ അയാളുടെ മണി അടിച്ചിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓപ്പോസിറ്റ് പറയാനുള്ള ആൾക്കാർക്ക് അവസ്ഥ. അതാണ് വളരെ ജനാധിപത്യപരമായ ചർച്ചകൾ. അങ്ങനെയുള്ള ചർച്ചകൾ അതെല്ലാം എന്താണ് ഇവിടെ നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വെള്ളം കുടിച്ചു പോകും അല്ലേ. അതുകൊണ്ട് അതാരും പ്രോത്സാഹിപ്പിക്കത്തില്ല. അവരെന്താണ് സ്ലോഗൻ നമ്മുടെ തലയ്ക്കകത്തേക്ക് കുത്തിവെക്കും അല്ലേ. പ്രിവെൻസ് ഓർ ഡിസ്കറേജ് തിങ്കിങ്, നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കില്ല. അവരെന്ത് ചെയ്യും, റെഡിമെയ്ഡ് സ്ലോഗൻസ് മാപ്പിളപ്പാട്ടിൻ്റെയും സിനിമാ പാട്ടിൻ്റെയൊക്കെ പാരഡി ആയിട്ട് ഇങ്ങനെ അടിച്ച് നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറ്റും അല്ലേ. അടുത്ത് നോക്കാം കൺട്രോൾ പ്രിമിറ്റീവ് ഡിസയേഴ്സ്. പ്രിമിറ്റീവ് ഡിസയേഴ്സ് അല്ലെ. പ്രിമിറ്റീവ് ഡിസയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടമാതിരി ഡിസയേഴ്സ് ഉണ്ട്. നമുക്ക് ഭയം, ലൈംഗികാസക്തി, അതുപോലെ ഒരുപാട് ഡിസയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ ഡിസയറുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ എറൗസസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് പ്രിമിറ്റീവ് ഡിസയേഴ്സ്. ഉദാഹരണം ഭയം തന്നെയാണ് അല്ലെ. പേടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സിഗരറ്റിന്റെ പാക്കറ്റിൽ ആ ഒരു കൂടിനകത്തുള്ള ആ ചിത്രം കാണുമ്പോഴത്തേക്ക് ആ പേടി കൊണ്ടെങ്കിലും ഇവൻ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേടി പോലുള്ള പ്രിമിറ്റീവ് ഡിസയേഴ്സിനെ ഇത് അറൗസ് ചെയ്യും, പ്രൊപ്പഗാൻഡ അറൗസ് ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ഡിഫറൻസ് നോക്കാം. ഡെവലപ്സ് റിഫ്ലക്റ്റീവ് ബിഹേവിയർ. എന്താ റിഫ്ലക്റ്റീവ് ബിഹേവിയർ? എന്താണ്? തിങ്കിങ് അബൌട്ട് വാട്ട് യു ഡു. അപ്പൊ എന്താ റിഫ്ലക്സീവ് ബിഹേവിയർ? ഇൻവോളണ്ടറി ഓർ റാപ്പിഡ് റെസ്പോൺസ്. റിഫ്ലക്സീവും തമ്മിൽ മാറിപ്പോകരുത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അല്ലെ, ജഡ്ജ്മെന്റ്, പ്രവർത്തിക്കുന്നതിന് മുന്നേ നമുക്ക് തീരുമാനമെടുത്തിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം തരുന്നു എഡ്യൂക്കേഷൻ. പക്ഷേ പ്രൊപ്പഗാൻഡ തരുന്നില്ല. റിഫ്ലക്സീവ് ബിഹേവിയർ നമ്മളെ പേടിപ്പിക്കുമ്പോൾ നമ്മൾ പേടിയുടെ ഫലമായിട്ടുണ്ടാകുന്ന റിഫ്ലക്സീവ് ആക്ഷൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇമ്പൾസീവ് ആക്ഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്, ജഡ്ജ്മെന്റൽ ആക്ഷൻ അല്ല. ഇതാണ് വ്യത്യാസം. ഇനി നോക്കാം അപ്പീൽസ് ടു റീസൺ. ഇവിടെ അപ്പീൽസ് ടു ഇമോഷൻ. ഇവിടെ എന്താണ്? ഇവിടെ കാരണങ്ങൾക്കാണ് അല്ലേ പ്രാധാന്യം. ഇവിടെ ഇമോഷനാണ് പ്രാധാന്യം അല്ലേ. ഞാൻ കൈ കഴുകിയില്ല അല്ലെങ്കിൽ ഞാൻ സാമൂഹിക അകലം പാലിച്ചില്ല, എങ്കിൽ കോവിഡ് വരും. അതൊരു നോളജാണ്. അപ്പോൾ എൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. പക്ഷേ മറ്റിടത്ത് അവൻ സിഗരറ്റ് വലി ഉപേക്ഷിക്കുന്നത് പേടി കൊണ്ടാണ്. ആ പേടിയെ ഉത്തേജിപ്പിക്കാനാണ് മറ്റേ പടം കാണിച്ചേക്കുന്നത്. ഓക്കെ, അതുപോലെ ഡെവലപ്സ് ഇൻഡിവിജ്വാലിറ്റി, പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഇവിടെ എന്താ? ഡെവലപ്സ് എ സ്റ്റാൻഡേർഡ് പാറ്റേൺ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് അക്കോർഡിംഗ് ടു ദ മോൾഡ് യൂസ്ഡ്. ഏത് മോൾഡാണോ യൂസ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ പേടിയുടെ ആയിരിക്കാം, ചിലപ്പോൾ വെറുപ്പിന്റെ ആയിരിക്കാം. നമ്മൾ പറയാറില്ലേ ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് പറയാറില്ലേ ചില രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ. അതൊക്കെ ഓരോ ആൾക്കാർ പറയാൻ ഞാൻ എനിക്കൊന്നും ഉത്തരവില്ല അല്ലേ. ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ആ ഒരു മോൾഡ് എന്ന് പറയുന്ന സാധനം പേടിയുടേതായിരിക്കാം, കൊതിയുടേതായിരിക്കാം, വെറുപ്പിൻ്റെതായിരിക്കാം. അതിനനുസരിച്ച് ആൾക്കാരുടെ സ്റ്റാൻഡേർഡും ആറ്റിറ്റ്യൂഡ്സും വ്യത്യാസപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ എഡ്യൂക്കേഷനിൽ ഇൻഡിവിജ്വാലിറ്റി, അവൻ്റെ വ്യക്തിത്വത്തെയും പേഴ്സണാലിറ്റിയൊക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ അവന് കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഇല്ല. ഇനി നോക്കാം നോളജ് അക്വയർഡ് ത്രൂ സെൽഫ് റിലയന്റ് ആക്ടിവിറ്റി. ഇവിടെ നോളജ് ഈസ് സ്പൂൺ ഫെഡ് ആൻഡ് പാസീവ്ലി റിസീവ്ഡ്. ഇവിടെ എന്താണ്? അവൻ്റെ റിലയന്റ് ആക്ടിവിറ്റി മൂലം അവൻ നോളജ് അക്വയർ ചെയ്യും, നോളജ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോളജ് ഇങ്ങനെ കോരി കൊടുക്കുന്നു. നീ ഇങ്ങനെ ചെയ്. അത് പാസീവ്ലി റിസീവ്, ദർ ഈസ് നോ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്. ഇനി നോക്കാം ദ പ്രോസസ് ബിഹേവിയർ സെന്റേർഡ് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ്.
എന്താണ് എഡ്യൂക്കേഷൻ എന്ന പ്രോസസ് ബിഹേവിയർ സെന്റേർഡ് ആണ് അല്ലേ. അതായത് അവനെ സംബന്ധിച്ചൊരു ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവനെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ സെന്റേർഡുള്ള പ്രവൃത്തിയാണ് എഡ്യൂക്കേഷൻ. അതേസമയം പ്രൊപ്പഗാൻഡ എന്ന് പറയുമ്പോൾ പ്രൊപ്പഗാൻഡ എന്ന പ്രോസസ് എന്താണ് ഇൻഫർമേഷൻ സെന്റേർഡ്. അവൻ കൊടുക്കുന്ന സാധനം അല്ലേ, നോ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബിഹേവിയർ ഡിസൈൻഡ്. അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ ബിഹേവിയറിലൊന്നും ഒരു ഡിസൈൻ ഒരു വ്യത്യാസം ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അവൻ കൊടുക്കുന്ന സാധനം അതേപോലെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡയും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പ്രൊപ്പഗാൻഡയിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഗുണങ്ങളുള്ള പ്രൊപ്പഗാൻഡയുണ്ട്, കൂടുതലും ദോഷങ്ങളാണ് വരുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ ഇൻ കേസ് ദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശത്തേ ഉള്ളൂ, സ്വയമേവ ഒരുത്തിന് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പഗാൻഡ. അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഗുഡ് അല്ലേ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ട എന്താണ് ഓപ്പണായിട്ട് ചിന്തിക്കാനും വിമർശിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ സ്വയം ആലോചിച്ച് പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ തീരുമാനം എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സാഹചര്യം എല്ലാം വേണ്ട. അപ്പോൾ അതെല്ലാം എഡ്യൂക്കേഷനിൽ പോസിബിൾ ആണ്, പ്രൊപ്പഗാൻഡയിലൂടെ അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വാട്ട് വാസ് ദ ഇയർ അൽമ ആട്ട ഡിക്ലറേഷൻ എന്നാണ് വർഷം മക്കളെ പറ. 1978 ആണ് വർഷം അല്ലേ, 1978. ഈ വർഷം ഒരു കാരണവശാലും മറന്നു പോലും ചോദിക്കും കേട്ടോ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the dynamic definition of health education according to the Alma Ata Declaration? Alma Ata Declaration പ്രകാരം ഹെൽത്ത് എഡ്യൂക്കേഷന് കൊടുത്ത ഡൈനാമിക് ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നോക്കൂ, പ്രസ്താവന ചോദ്യമാണ്. 1 ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല കേട്ടോ, 2, 3, 4 ഇങ്ങനെ 4 പ്രസ്താവനകൾ അവിടെയുണ്ട്. അപ്പോൾ നമുക്കിത് എലിമിനേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. എ പ്രോസസ് എയിംഡ് അറ്റ് എൻകറേജിങ് പീപ്പിൾ ടു വാണ്ട് ടു ബി ഹെൽത്തി. യെസ്, അത് കൃത്യമായിട്ട് എന്തിൻ്റെ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡെഫിനിഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് എ പ്രോസസ് എയിംഡ് അറ്റ് എൻകറേജിങ് പീപ്പിൾ ടു വാണ്ട് ടു ബി ഹെൽത്തി. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് 1 ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്താവനയും എടുക്കാം. കാര്യം എന്താ, ശ്രദ്ധിക്കൂ, നമുക്ക് ഏതൊക്കെയാണ് ഡൈനാമിക് ഡെഫിനിഷൻ ഉൾപ്പെടുത്താൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഉറപ്പായിട്ടും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 ഏതിലൊക്കെ ഉണ്ടെന്ന് നോക്കാം. എയിലുണ്ട്, സിയിലുണ്ട്, ഡി ആൾ ഓഫ് ദ വേ അതിലുണ്ട്. അപ്പോൾ ബിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാം തൽക്കാലം. ടു നോ ഹൗ ടു സ്റ്റേ ഹെൽത്തി കൃത്യമായിട്ടും ആ ഡെഫിനിഷൻ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അത് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ 2 ഉള്ളതെല്ലാം എടുക്കാം. ഇതിലുമുണ്ട്, ഇതിലുമുണ്ട്, ഇതിലുമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാനില്ല. അതുപോലെ കളക്റ്റീവ്ലി അവോയ്ഡ് ഹെൽപ്പ് ആൻഡ് സെൽഫ് മാനേജ് ഹെൽത്ത് ഇഷ്യൂസ്, അത് ഒരു കാരണവശാലും വരത്തില്ല അല്ലേ. ഹെൽപ്പ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞില്ല, ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 3 ഒരിക്കലും അതിനകത്ത് ആ ഡെഫിനിഷനകത്ത് വരുന്ന കാര്യമല്ല. 3 ഉള്ളത് എല്ലാം നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് നോക്കാം. ആൾ ഓഫ് ദ പോലെ 3 ഉണ്ടല്ലോ മക്കളെ, ഇതിൽ 3 ഉണ്ടല്ലോ, ഉണ്ട്. സി ആയിരിക്കും ഉത്തരം. ഈ 4ാമത്തെ പ്രസ്താവന വായിച്ച് നോക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ പരിപാടിയാണ് എലിമിനേഷൻ ടെക്നിക്ക്. അപ്പോൾ നമുക്ക് ഈ 4ാമത്തെ പ്രസ്താവന 3 നമുക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ചോ. അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് 4 വെച്ച് ഉത്തരത്തിലെത്താൻ പറ്റുമെന്ന് നോക്കാം. ടു സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ്, അത് ശരിയാണല്ലോ, ആണ്. അപ്പോൾ ഏതാണ്, എയിൽ നിന്നോ 4 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് വൺ ഓഫ് ദ കീ കോൺട്രിബ്യൂഷൻ ടു ദ അൽമ ആട്ട ഡിക്ലറേഷൻ ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഹെൽത്ത് എഡ്യൂക്കേഷനിൽ അൽമ ആട്ട ഡിക്ലറേഷൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? പ്രൊമോട്ടഡ് ദ പ്രൈവറ്റൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ല, ഫോക്കസ് സോൾലി ഓൺ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് അല്ല, എംഫസൈസ്ഡ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. അതായത് ഇൻഡിവിജ്വലിൻ്റെയും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇൻഡിവിജ്വലിൻ്റെയും കമ്മ്യൂണിറ്റിയുടെയും പാർട്ടിസിപ്പേഷൻ എംഫസൈസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം അല്ലേ. അപ്പോൾ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. What is one of the primary aims of health education as outlined by WHO 1969 and the Alma Ata Declaration 1978? To provide free health service for all, to promote the adoption of health promoting lifestyles and practices, to increase the funding of healthcare organizations, to eliminate all disease globally. എന്താണ്? To promote the adoption of health promoting lifestyles and practices അല്ലേ. അപ്പോൾ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും പ്രസ്താവനയാണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കാം. ഇവിടെ ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി. 1, 2, 3, 4 കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ അൽമ ആട്ട ഡിക്ലറേഷൻ? അൽമ ആട്ട ഡിക്ലറേഷൻ പ്രകാരം ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്? ടു അറൗസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവൈഡ് ന്യൂ നോളജ് അല്ലേ. നമുക്കത് അതിൻ്റെ കൃത്യമായൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഉൾപ്പെടുന്ന എല്ലാം എടുക്കാം. ദൗർഭാഗ്യവശാൽ 1 അറിയാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, 1 എല്ലാത്തിലും ഉണ്ട് അല്ലേ. 2 നോക്കാം. ടു ഇംപ്രൂവ് സ്കിൽസ് ഫോർ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, അതും ശരിയാണ്. അപ്പോൾ 2 ഉള്ളത് മാത്രം എടുക്കണം. മാത്രമല്ല 2 ഉൾപ്പെടാത്ത എല്ലാം കളയാം. ഇതിൽ 2 ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് കളയാം.
നോക്കാം. ടു എലിമിനേറ്റ് ദ നീഡ് ഫോർ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് ഡെവലപ്മെന്റ്. എലിമിനേറ്റ് ദ നീഡ് അല്ലേ, എലിമിനേറ്റ് അല്ലേ, എന്താണ് ഹെൽത്ത് ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷന്റെ നീഡ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒബ്ജക്റ്റീവ് അല്ല. മൂന്നുള്ളതെല്ലാം കളയാം. അത് തെറ്റായ ഒരു പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഇതിൽ 3 ഉണ്ട് കളയാം, ഇതിലും 3 ഉണ്ട് കളയാം. സി, നാലാമത്തെ പ്രസ്താവന വായിക്കാൻ നമുക്ക് ഉത്തരത്തിലേക്ക് ഉത്തരം സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നോക്കാം. ഹൗ ഡസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിം ടു അച്ചീവ് ഹെൽത്ത് ഡെവലപ്മെന്റ് ആസ് പെർ ദ അൽമ ആട്ട ഡിക്ലറേഷൻ? ഓക്കെ, എങ്ങനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏത് പ്രകാരം? അൽമ ആട്ട ഡിക്ലറേഷൻ പ്രകാരം. ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് വഴിയല്ല, എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, ബൈ സ്റ്റിമുലേറ്റിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ആൻഡ് ഇൻവോൾവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? എന്താണ് ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ അല്ലേ. ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പഠിച്ചാണ്, കൊട്ടേഷൻ പഠിച്ചാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻഡിസ്പെൻസിബിൾ ഇൻ അച്ചീവിങ് വാട്ട്? എന്തിലാണ്? ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ്. എന്താ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഇൻഡിവിജ്വലിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് നോക്കാം. വിച്ച് സിറ്റി ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ലൊക്കേറ്റഡ്? എവിടെയാണ്? പാരീസിലാണ്, നമുക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതുപോലെ ഹു അഡോപ്റ്റ് ദ ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ലേൺ ടു ബിഹേവ് ഇൻ എ മാനർ കണ്ടക്റ്റീവ് ടു ദ പ്രൊമോഷൻ മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്? പ്രൊമോഷൻ മെയിൻ്റനൻസ് ഓർ റീസ്റ്റോറേഷൻ പഠിച്ച ആരാണ്? ജോൺ എം ലാസ്റ്റ് അല്ലേ. ജോൺ എം ലാസ്റ്റ് മറന്നില്ലല്ലോ. ഉറക്ക ഉത്തരം വിളിച്ച് പറയണം കേട്ടോ. വീട്ടിൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്നു ആരും വിചാരിക്കേണ്ട, ഉറക്ക ഉത്തരം വിളിച്ച് പറയണം. നിങ്ങളെ ശീലമാക്കി മാറ്റണം ഉത്തരം വിളിച്ച് പറയാന്നുള്ളത്. അക്കോർഡിംഗ് ടു ദ നാഷണൽ കോൺഫറൻസ് ഓഫ് പ്രിവെന്റീവ് മെഡിസിൻ ഇൻ USA, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ്? informing and motivating people, advocating for environmental challenges, conducting professional training and research, all of the above. നമുക്കറിയാം ഈ 3 കാര്യമുണ്ട്, all of the above ആണ് അടുത്ത് വരുന്നത്. അടുത്ത ദിവസം നോക്കാം. പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വാട്ട് ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ? എന്താണ്? എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആണ്. എന്താണ്? എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അതായത് നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയർ അല്ലെ, പ്രൈമറി PHC എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യന്റെ ജന്മ അവകാശമായിട്ടല്ലേ, എന്താ പറയുക, അടിസ്ഥാന അവകാശമായിട്ട് മാറി അൽമ ആട്ട ഡിക്ലറേഷൻ പ്രകാരം. അതുപോലെ വിച്ച് കോൺഫറൻസ് ബ്രോട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ഇൻ ടു ലൈം ലൈറ്റ്? അൽമ ആട്ട ഡിക്ലറേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, മറന്നു പോകരുത്. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിംസ് ടു ഇൻഫ്ലുവൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, കമ്മ്യൂണിറ്റി ബിഹേവിയർ, ആൾ ഓഫ് ദ ഓഫ് കോഴ്സ് ആൾ ഓഫ് ദ ആണ്, നമുക്കറിയാം അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റൻ നോക്കാം. Education alone is insufficient to achieve optimum health because the target population must have access to എന്തിലേക്ക് വേണം? പ്രൂവൺ മെഷേഴ്സിലും പ്രൊസീജിയറിനും അവന് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്റ്റിമം ഹെൽത്തിൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലേ. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ദ അൽമ ആട്ട ഡിക്ലറേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷിഫ്റ്റഡ് ഫ്രം ദ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ടു വാട്ട്? പ്രിവെൻഷൻ ഓഫ് ഡിസീസ് നിന്നും പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി അല്ലേ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നതിൽ വലിയ ആൾക്കാരിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് എന്ന് പറയാം. പിന്നെ 3 ഷിഫ്റ്റുകളുണ്ട് അല്ലേ. ദ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചേഞ്ച് ദ മോഡിഫിക്കേഷൻ ഓഫ് വാട്ട്? എന്തിലേക്ക്? ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്ന് എന്തിലേക്ക് മാറി? സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് മാറി അല്ലേ. പ്രധാനപ്പെട്ട മറ്റൊരു മോഡിഫിക്കേഷൻ എന്താണ്? അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വരുന്ന വ്യത്യാസത്തിലേക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ മാറി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് വർക്കേഴ്സ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു ലേൺ ഹൗ ടു ഡു വാട്ട്? നോക്കാം. ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഹെൽത്ത് പ്രോബ്ലംസ്. 2 സെറ്റ് ദെയർ ഓൺ ടാർഗറ്റ്സ് ആൻഡ് പ്രയോറിറ്റീസ് അല്ലേ. രണ്ടും അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഈ രണ്ടിനും വേണ്ടിയിട്ടുള്ള ഒരു നോളജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹെൽത്ത് വർക്കേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് പീപ്പിൾ ഹാവ് ആക്സസ് ടു അക്കോർഡിംഗ് ടു ദ റോൾ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഏതാണ്? പ്രൂവൺ പ്രിവെന്റേറ്റീവ് മെഷേഴ്സിലേക്ക് അവർക്ക് ആക്സസ് വേണം അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോക്കസ് ഓൺ നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ വാട്ട് അല്ലേ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തിനാണ്? നോളജ് ആൻഡ് സ്കിൽസ് എങ്ങനെയാണ്? ആക്ടിവിറ്റി അക്വയർ ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിംസ് ടു എക്യുപ്പ് പീപ്പിൾ വിത്ത് എന്തൊക്കെയാണ്? ആൾക്കാരിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കാനാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത്? അവർക്ക് സ്കിൽസും നോളജും ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കാനാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട എയിം അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് പ്രൊപ്പഗാൻഡ എയിംസ് ടു ഡെവലപ്പ് വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ? എങ്ങനെയുള്ള ബിഹേവിയറിന് ഹെൽത്ത് പ്രൊപ്പഗാൻഡ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത് റിഫ്ലക്സീവ് ബിഹേവിയർ ആണ്. റിഫ്ലക്റ്റീവ് ബിഹേവിയർ അല്ല, റിഫ്ലക്സീവ് ബിഹേവിയർ ആണല്ലേ. റിഫ്ലക്സ് ആക്ഷൻ ഓർക്കണം കേട്ടോ, പേടിക്കുമ്പോഴത്തേക്കുള്ള. അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻവോൾവ് ഇൻ ടു വാട്ട്? എന്താണ്? അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവോൾവ് ഇൻ ടു എന്തിലേക്ക്? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്തായിട്ട് മാറി? കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിലേക്ക് എവല്യൂഷനായി മാറി അല്ലേ, മാറ്റം വന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് റിഫ്ലക്റ്റീവ് തിങ്കിങ് അബൌട്ട് ആക്ഷൻസ് ഈസ് നോൺ ആസ് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരിക്കലും പ്രൊപ്പഗാൻഡ അല്ല, റിഫ്ലക്റ്റീവ് തിങ്കിങ് വരുമ്പോഴത്തേക്കും അത് എന്താണ് എഡ്യൂക്കേഷൻ ആണ്. പ്രൊപ്പഗാൻഡ എന്താണ് റിഫ്ലക്സീവ് തിങ്കിങ് ആണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ എൻകറേജസ് പീപ്പിൾ ടു ഡാഷ് ബിഫോർ ആക്ടിങ് എന്താണ് യൂസ് ജഡ്ജ്മെന്റ് ബിഫോർ ആക്ടിങ് അല്ലേ. എഡ്യൂക്കേഷൻ ആകുമ്പോഴത്തേക്കും അവന്റെ ജഡ്ജ്മെന്റ് പ്രകാരമായിരിക്കും അവന്റെ ആക്ഷൻ വരുന്നത്. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് വേരി ഗ്രേറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് വേരി ചെയ്യുന്നത് ഡിസീസ് ഏത് ഡിസീസുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഏത് പോപ്പുലേഷനാണ് ഈ ഡിസീസ് കിടക്കുന്നത്, അതുപോലെ അവർക്ക് നമ്മൾ മെത്തേഡ് കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ആൾ ഓഫ് ദ ബോണത്തിലായിട്ട് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എയിം ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് സ്പ്രെഡ് ഇൻഫർമേഷൻ ആൻഡ് ചേഞ്ച് വാട്ട് എന്താ അതിന്റെ ശരിക്കുള്ള ലക്ഷ്യം? ഹ്യൂമൻ ബിഹേവിയറിൽ വ്യത്യാസം വരണം അല്ലേ. ഹ്യൂമൻ ബിഹേവിയറിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ദ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടു കമ്മ്യൂണിറ്റി ഇൻവോൾവ്ഡ് ആസ് റിസൾട്ട് ഓഫ് വിച്ച് ഡിക്ലറേഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആക്കി മാറ്റി ഏത് ഡിക്ലറേഷൻ പ്രകാരമാണ്? അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എന്താണ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആയി മാറിയത് അൽമ ആട്ട ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് ആണ് അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആണ്. എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എസെൻഷ്യൽ ഫോർ അച്ചീവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല, ശരിയല്ല ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുള്ളതെല്ലാം എടുക്കാം, നമുക്ക് ഒന്നില്ലാത്തതെല്ലാം കളയാം. കാരണം ഒന്ന് ശരിയായത് കൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ വെട്ടിക്കളയാം അല്ലെ. അതുപോലെ ഇത് വെട്ടിക്കളയാം. അതുപോലെ അടുത്ത് നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ലൊക്കേറ്റഡ് ന്യൂയോർക്ക്. തെറ്റാണെന്ന് നമുക്കറിയാം. ശരിയാത്തുള്ള ചോദിച്ചിരിക്കുന്നത് രണ്ട് തെറ്റാണെന്ന് നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ട് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായെന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ നൺ ഓഫ് ദ എബോവ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ശരിയായത് കൊണ്ട് തന്നെ അത് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. 3 എന്തായിരിക്കും ശരിയായിരിക്കും ഇത്ര ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ. ജോൺ എം ലാസ്റ്റ് ഡിഫൈൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആർ ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ഹെൽത്ത് വർക്കേഴ്സ് റോൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ടു മേക്ക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഈസിലി ആക്സസിബിൾ ടു ദ കമ്മ്യൂണിറ്റി. അത് ശരിയായുള്ള പ്രസ്താവന തന്നെയാണ്. ഒന്നുള്ളതെല്ലാം എടുക്കാം. നൺ ഓഫ് ദ പോലും ഒന്നില്ല, ഇതിലും ഒന്നില്ല. ഇനി എ ആണോ ബി ആണോ എന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. അതുപോലെ നോക്കാം. വൺ ഓഫ് ദ എയിംസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ബൈ WHO ഈസ് ടു എൻഷുർ ഹെൽത്ത് ഈസ് വാല്യൂഡ് ആസ് ആൻ അസറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. യെസ്, അതും ശരിയാണ്. അപ്പോൾ ഈ 2A എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ 2 ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് തന്നെ ബി ആയിരിക്കും ഉത്തരം അല്ലേ. ഇനി നോക്കാം. ഹെൽത്ത് പ്രൊപ്പഗാൻഡ ഫോക്കസ് ഓൺ നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ ആക്റ്റീവ്ലി അക്വയർഡ്. തെറ്റാണല്ലോ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബി ആയിരിക്കും ഉത്തരം അല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. ശരിയായ ഇൻകറക്റ്റ് അല്ലേ. ഇൻകറക്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വട്ടം ഇടുക. കാര്യം എന്താ, നമുക്ക് മാറിപ്പോകരുത്. ഇൻകറക്റ്റ് തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്. ദ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചേഞ്ച് ടു ദ മോഡിഫിക്കേഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ലിവ്സ്. ശരിയാണ്. അതായത് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറുള്ള മോട്ടിവേഷനിൽ നിന്ന് ഉപരി അവൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള വേരിയേഷൻസ് ആണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പരമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് അങ്ങനെ ഒരു വ്യക്തിയിലല്ല വ്യത്യാസം കൊണ്ടുവരേണ്ടത്, സമൂഹത്തിൽ അവൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ ചുറ്റുപാടിലാണ് വ്യത്യാസം കൊണ്ടുവരുന്നത് പറഞ്ഞിരിക്കുന്നു. അത് ശരിയായത് കൊണ്ട് തന്നെ ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നേ. ഒന്ന് ശരിയാണ്, ഒന്ന് ഉൾപ്പെടുന്നതെല്ലാം നമുക്ക് കളയാം അല്ലേ. ഇൻകറക്റ്റ്, ഇത് ശരിയാണ്. ഇതിപ്പോൾ ഈ എ എന്നുള്ള ഓപ്ഷൻ്റെ അർത്ഥം എന്താ? ഒന്ന് ശരി, ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെയും ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതും വരില്ല, ഒന്ന് ശരിയാണല്ലോ. ഇനി നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിംസ് ടു ഡെവലപ്പ് റിഫ്ലക്സീവ് ബിഹേവിയർ ആൻഡ് തെറ്റ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ റിഫ്ലക്റ്റീവ് ബിഹേവിയർ ആണ്. അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്കറിയാം. 2 തെറ്റാണെന്ന് മനസ്സിലായില്ലേ. നൺ ഓഫ് ദീസ്, ഒന്നും തെറ്റല്ല എന്നാണ് ഈ നൺ ഓഫ് ദീസിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് കിട്ടിയപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. എന്തോ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 2 only. 3 നിങ്ങൾ വായിച്ച് നോക്കിയാലും ഇല്ലെങ്കിലും അത് ശരിയായിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. എഡ്യൂക്കേഷൻ അലോൺ ഈസ് സഫിഷ്യന്റ് ടു അച്ചീവ് ഓപ്റ്റിമം ഹെൽത്ത്. തെറ്റാണ്. എഡ്യൂക്കേഷൻ മാത്രം പോരാ,
നമുക്ക് ഓപ്റ്റിമം ഹെൽത്ത് കിട്ടാനായിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശരി ചോദിച്ചിരിക്കുന്നുണ്ട് ഒന്നുൾപ്പെടെയുള്ള എല്ലാ പ്രസ്താവനയും കളയാം, ഇത് കളയാം, ഇതിൽ ഒന്ന് കണ്ടിട്ടുണ്ട്, ഇത് രണ്ട്, ഇനി ബി ആണോ ഡി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ആഫ്റ്റർ ദ അൽമ ആട്ട ഡിക്ലറേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷിഫ്റ്റഡ് ഫ്രം ദ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ടു പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്. അത് ശരിയാണ് അല്ലേ? ശരിയാണ്, നമുക്കറിയാം. രണ്ട്, അപ്പോൾ രണ്ട് ഉൾപ്പെടെയുള്ള എല്ലാം എടുക്കാം. ഇതിൽ രണ്ടുണ്ടല്ലോ, ഉണ്ട്. ഇതിൽ നൺ ഓഫ് ദീസിൽ രണ്ടില്ലല്ലോ, ഇല്ല, അത് കളഞ്ഞു. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി, ബി അല്ലേ? ചിലതിൽ നമുക്ക് എല്ലാം വായിച്ചാൽ ഉത്തരം കിട്ടത്തുള്ളൂ, ചിലതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉത്തരം കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കീ ഉറപ്പായിട്ടും PSC താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ബി ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവോൾവ്ഡ് ഇൻ ടു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആഫ്റ്റർ ദ അൽമ ആട്ട ഡിക്ലറേഷൻ. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണല്ലോ. അപ്പോൾ ഒന്നുള്ളത് മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ. ഏതിലൊക്കെ ഒന്നുണ്ട്? എയിലുണ്ട്, സിയിലുണ്ട്, ഡി നൺ ഓഫ് ദ ബോയ്, ഇവിടെ ആൾ ഓഫ് ദ ബോയ് ഉണ്ട്, അതിനകത്ത് ഒന്നുണ്ട് അല്ലേ? അപ്പം ബി വരത്തില്ല, ബി നമുക്ക് വെട്ടിക്കളയാം. ദ അൽമ ആട്ട ഡിക്ലറേഷൻ അസോസിയേറ്റ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ട് ഉള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. ഏതിലൊക്കെ രണ്ടുണ്ട്? ഇതിലും രണ്ടുണ്ട്, ഇതിലും രണ്ട്. ഇതിൽ രണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എയും വെട്ടിക്കളഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തെ ഉത്തരം കിട്ടിയില്ലേ? ഇനി നമുക്ക് മറ്റൊരു നോക്കിയാലേ ഉത്തരം എത്താൻ പറ്റുള്ളൂ. പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എസെൻഷ്യൽ ഹെൽത്ത് കെയർ മെയ്ഡ് യൂണിവേഴ്സലി ആക്സസിബിൾ അല്ലേ? ആ പ്രൈമറി ഹെൽത്ത് കെയറിനെ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് യൂണിവേഴ്സലി നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആയിട്ടാണ് പ്രൈമറി ഹെൽത്ത് കെയറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും വരത്തില്ല. ഏത്? ആൾ ഓഫ് ദ എബോ, ഡി മാത്രമേ ഉത്തരമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെടുത്തി പരീക്ഷ എഴുതലാണ്. അപ്പോൾ ബാക്കി ജില്ലകളുടെ എല്ലാവരുടെയും റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വലിയൊരു ക്യാൻവാസ് ഇങ്ങനെ നിറഞ്ഞിരിക്കും നമ്മുടെ DHS എക്സാമിനേഷൻ റിസൾട്ട്. പക്ഷേ ഇത് ഒരു ക്യാൻവാസിൽ ഒതുങ്ങുന്നതാകരുത്. നമ്മുടെ MCS പരീക്ഷയുടെ റിസൾട്ട് വലിയ ഒരു റിസൾട്ട്. അതായത് നമ്മുടെ ഇത്രയേ ഉള്ളൂ. സഹകാരി എപ്പോഴും സ്വപ്നം കാണുന്നത് 1, 2, 3, 4, 5, 6 റാങ്കുകൾ അങ്ങനെ നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് സാധ്യമായിട്ടുള്ള ഒരുപാട് പരീക്ഷകളുണ്ട്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അതുപോലെ നമ്മുടെ KLD ബോർഡ്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അങ്ങനെ കുറച്ചധികം പരീക്ഷകളിൽ നമുക്ക് ആ ഒരു സ്വപ്നം ഏറെക്കുറെ സാധ്യമാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സ്വപ്നത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്താ നിങ്ങളുടെ പ്രവർത്തനം വേണ്ടത്? പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, റിവൈസ് ചെയ്യണം. കൃത്യമായ ഇടവേളകൾ റിവൈസ് ചെയ്യണം, കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം, കൃത്യമായി പെർഫോം ചെയ്യണം. ഈ 4 കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വെബിനാർ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. നിങ്ങൾ എല്ലാവരെയും യൂണിഫോമിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. താങ്ക് യു.